പരമഗുരവേ നമ. എല്ലാവർക്കും നമസ്തേ. കോട്ടയം SNDP യൂണിയൻ ശ്രീനാരായണ ധർമ്മ പഠന കേന്ദ്രത്തിന്റെ ആഭിമുഖ്യത്തിലുള്ള വിദൂര ദർശന പഠനത്തിന്റെ ഭാഗമായി നടന്നു വരുന്ന ജഗദ്വാണി ഗുരുവാര പാഠശാലയിലേക്ക് ഏവർക്കും ഹൃദ്യമായ സ്വാഗതം. ഗുരുധ്യാനത്തോടുകൂടി നമുക്ക് ഇന്നത്തെ ക്ലാസ്സുകൾ ആരംഭിക്കാം. ഇന്ന് ഗുരുധ്യാനം ആലപിക്കുന്നത് ശ്രീമതി അജിത സാബു പള്ളം. ഓം ഗുരുർബ്രഹ്മ ഗുരുർവിഷ്ണു ഗുരുദേവോ മഹേശ്വര ഗുരു സാക്ഷാത് പരം ബ്രഹ്മ തസ്മൈ ശ്രീ ഗുരവേ നമഃ. നമസ്തേ. ജഗദ്വാണി ഗുരുവാര പാഠശാലയിലേക്ക് എല്ലാവർക്കും വീണ്ടും ഒരിക്കൽ കൂടി സ്വാഗതം. കുട്ടികൾക്ക് എതിരെയുള്ള, കുട്ടികൾ ഉൾപ്പെടുന്ന അതിക്രമങ്ങൾ വർദ്ധിച്ചു വരുന്ന ഇക്കാലത്ത് നമുക്ക് എല്ലാവർക്കും സംശയമുള്ള കാര്യമാണ് പേരന്റിങ് എന്നത്. കുഞ്ഞുങ്ങളെ എങ്ങനെ നല്ലവരായി വളർത്താം, അതിന് മാതാപിതാക്കൾ എന്തൊക്കെ ചെയ്യണം, എന്തൊക്കെ ചെയ്യരുത്, എന്തൊക്കെ ശ്രദ്ധിക്കണം, കുട്ടികളോട് ഉണ്ടാക്കുന്നത് എങ്ങനെ, ഇങ്ങനെ നിരവധി സമയങ്ങൾ അഭ്യസ്തവിദ്യരായ മാതാപിതാക്കളെ പോലും കുഴയ്ക്കുന്നുണ്ട്. എങ്ങനെ വളർത്തണം, എങ്ങനെ വളരണം എന്ന വിഷയത്തിൽ ഇന്ന് നമുക്ക് ക്ലാസ് നയിക്കുന്നത് ജില്ലാ ശിശു സംരക്ഷണ വിഭാഗം സൈക്കോളജിസ്റ്റ് ശ്രീമതി നീതു അനീഷ് മാഡം ആണ്. നീതു അനീഷ് ശ്രീനാരായണ ധർമ്മ പഠന കേന്ദ്രത്തിലെ പഠിതാവും മികച്ച പ്രഭാഷകയും ഇത്തരം ക്ലാസുകൾ സ്ഥിരമായി കൈകാര്യം ചെയ്യുന്ന വ്യക്തിയുമാണ്. നീതു മാഡത്തെ ഏറെ സ്നേഹാദരങ്ങളോടെ ക്ലാസ് എടുക്കുന്നതിനായി സ്വാഗതം ചെയ്തുകൊള്ളുന്നു. നമസ്തേ നീതുജി. ഏറെ ബഹുമാനപ്പെട്ട AB പ്രസാദ് കുമാർ സർ, ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിക്കുന്ന എല്ലാ സുമനസ്സുകൾക്കും, അതുപോലെ ഇന്ന് ക്ലാസ് കേൾക്കുവാൻ വേണ്ടി എത്തിച്ചേർന്നിരിക്കുന്ന എല്ലാവർക്കും നമസ്കാരം. ഇപ്പൊ ഓക്കെ ആണോ? എല്ലാവർക്കും എൻ്റെ വിനീതമായ നമസ്കാരം. ഇന്ന് എനിക്കിവിടെ സംസാരിക്കാൻ തന്നിരിക്കുന്ന വിഷയം എന്ന് പറയുന്നത് എങ്ങനെ വളർത്തണം, എങ്ങനെ വളരണം എന്നാണ്. ഈ ഒരു കാലഘട്ടത്തിൽ കുട്ടികളുടെ സ്വഭാവ രൂപീകരണവും ഒരു പേരൻസ് അല്ലെങ്കിൽ മാതാപിതാക്കൾ എന്തൊക്കെ കാര്യങ്ങളിൽ ശ്രദ്ധിക്കണം, ആ ശ്രദ്ധയോട് കൂടി കുട്ടികളെ എങ്ങനെ വളർത്തണം എന്നതിനെ കുറിച്ചൊക്കെ 1 മണിക്കൂർ സംസാരിക്കാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. ഇപ്പൊ ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞ് നമുക്കറിയാം, എല്ലാവരും ഒരു മാതാപിതാക്കളാണ്, പേരന്റിങ് നടത്തിക്കൊണ്ടിരിക്കുന്ന ആളുകളാണ്. അപ്പൊ ഒരുപാട് തിയറി ആയിട്ടൊന്നും ഞാൻ പറയുന്നില്ല, പക്ഷേ നമ്മുടെ സൊസൈറ്റിയിൽ നടക്കുന്ന കാര്യങ്ങളും അതുപോലെ ചില അനുഭവങ്ങളും പങ്കുവയ്ക്കാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. അപ്പൊ ആദ്യമായിട്ടൊരു കഥ ഞാൻ പറയാം. ഇപ്പൊ കഥയെന്ന് പറയുന്നത് നമ്മുടെ ലൈഫുമായിട്ട് ഒന്ന് കമ്പയർ ചെയ്യുമ്പോൾ, ആ കഥ പോലെ നമ്മുടെ ലൈഫിലോട്ട് നമുക്ക് അപ്ലൈ ചെയ്യുമ്പോൾ പല കാര്യങ്ങളും നമുക്ക് ചേഞ്ചസ് കൊണ്ടുവരാൻ പറ്റും. ഒരു കഥ, അതായത് ഒരു കുന്നിൻ ചെരുവ്. ആ കുന്നിൻ ചെരുവിന്റെ മുകളിൽ ഒരു ചെറിയ വീടുണ്ട്. ആ വീട്ടിലൊരു സാഹിത്യകാരനാണ് താമസിക്കുന്നത്. ആ കുന്നിൻ ചെരുവിന്റെ താഴെ ഒരു ചെറിയ വീടുണ്ട്. ആ വീട്ടിലൊരു വൃദ്ധയായിട്ടുള്ളൊരു അമ്മയാണ് താമസിക്കുന്നത്. അമ്മയ്ക്ക് മറ്റാരുമില്ല. അപ്പൊ ഇടയ്ക്കിടയ്ക്ക്
സാഹിത്യകാരൻ മറുപടി പറയുകയാണ്, എപ്പോൾ വരുമെന്നൊരു തീർച്ചയില്ല. എന്റെ എഴുത്തുമായി ബന്ധപ്പെട്ട് ഒരുപാട് ദൂരം ഞാൻ യാത്ര ചെയ്യേണ്ടതുണ്ട്. അതുകൊണ്ട് എപ്പോൾ വരുമെന്ന് എനിക്ക് നിശ്ചയമില്ല എന്ന് പറയും. അപ്പൊ പെട്ടെന്ന് അമ്മയ്ക്ക് ഒരു ഇമോഷണലി ഒരു വല്ലാതെ ഡൗൺ ആവുകയാണ്, ഒരു വിഷമം ഉണ്ടാവുകയാണ്. അപ്പൊ അമ്മ പറയുകയാണ്, എന്നാ മോൻ എനിക്കൊരു ഉപകാരം ചെയ്യണം. നീ പോകുന്ന സമയത്ത് നീ എന്നും നിന്റെ വീടിന്റെ മുറ്റത്ത് ഒരു വിളക്ക് കത്തിച്ചു വെക്കാറില്ലേ? അതുപോലെ നീ പോകുന്ന ആ സമയത്ത് ആ വിളക്കൊന്ന് കത്തിച്ചു വെക്കണം എന്ന് പറയും. പിന്നെ സാഹിത്യകാരൻ ചോദിക്കുന്നു, അത് എന്തിനാ അമ്മ അങ്ങനെ ഞാൻ കത്തിച്ചു വെക്കുന്നേന്ന്. പിന്നെ ആ അമ്മ മറുപടി പറയുകയാണ്, എപ്പോഴും ഞാൻ നിന്റെ വീട്ടിൽ രാത്രി നോക്കുമ്പോഴത്തേക്കും ആ ഒരു വിളക്ക് കാണുമ്പോൾ എനിക്കൊരു പ്രതീക്ഷയാണ് എൻ്റെ ജീവിതത്തെ കുറിച്ച്. എനിക്ക് ആരൊക്കെ ഉണ്ട് എന്നൊരു തോന്നലാണ്. അപ്പൊ നീ വരുന്നിടം വരെ അതെനിക്കൊരു പ്രതീക്ഷയാണ്, നീ അവിടെ ഉണ്ട്, എനിക്കൊരു ധൈര്യമാണ് എന്ന് പറയുകയാണ്. അതായത് നമ്മുടെ ജീവിതം എന്ന് പറയുന്നത്, ഓരോ ആളുകളുടെ ജീവിതവും ഓരോ പ്രതീക്ഷകളാണ്. നമ്മളൊക്കെ ആരോ കത്തിച്ചു വെച്ച വിളക്കുകളാണ്. പക്ഷെ ഈ വിളക്ക് എങ്ങനെ കത്തണം എന്ന് തീരുമാനിക്കേണ്ടത് നമ്മൾ തന്നെയാണ്. അതുപോലെയാണ് കുട്ടികള് ശരിക്കും പ്രകാശമായിട്ട് വരേണ്ടതാണ്. ആ പ്രകാശത്തിന് പ്രചോദനം നൽകേണ്ടത് മാതാപിതാക്കളാണ്. അപ്പം അതുപോലെ നല്ല രീതിയിൽ കത്തിക്കാനും ആ കത്തുന്ന ആ വിളക്കിനെ കെടാതിരിക്കുവാനും കാത്തു സംരക്ഷിക്കാൻ ഉതകുന്ന തരത്തില് മുന്നോട്ട് പോകേണ്ടതാണ് മാതാപിതാക്കളും. അതുപോലെ തന്നെ സമൂഹത്തിന് നല്ല പ്രകാശമായിട്ട് മാറേണ്ടതാണ് കുട്ടികളും ചെയ്യേണ്ടത്. ഇനി കുട്ടികളോട് പറയാൻ പാടില്ലാത്ത കുറച്ച് കാര്യങ്ങളുണ്ട്. മിക്കപ്പോഴും നമുക്കറിയാം അത് പറഞ്ഞിട്ട് അത് തെറ്റായി പോയി, അങ്ങനെ പറയാൻ പാടില്ലായിരുന്നു എന്ന് ചിന്തിക്കുന്ന ഒരുപാട് പേരൻസ് ഉണ്ട്. പക്ഷെ നമുക്ക് നമ്മുടെ വികാരത്തിൽ ഒന്നാണ് ആങ്കർ എന്ന് പറയുന്നത്, ദേഷ്യം. ചില സമയത്ത് നമുക്ക് ദേഷ്യത്തെ കൺട്രോൾ ചെയ്യാൻ പറ്റാത്തൊരു സിറ്റുവേഷൻ വരുമ്പോൾ പറഞ്ഞു പോകുന്ന കുറച്ച് കാര്യങ്ങളുണ്ട്. പക്ഷേ ഇത് കേൾക്കുന്ന ഒരു കുട്ടീനെ സംബന്ധിച്ച് അവന്റെ മൈൻഡിൽ അത് സേവ് ചെയ്യും. പിന്നീട് അത് ചിലപ്പോൾ ഡ്രിവിൻസ് ആയിട്ട് പല കൊലപാതകത്തിലോട്ടോ അല്ലെങ്കിൽ ഒരുപാട് അവോയ്ഡൻസിലോട്ട് എത്തുന്ന ഒരു സിറ്റുവേഷനാണ് ഇന്നത്തെ സമൂഹത്തിലെ കുട്ടികളുടെ പോക്ക് ഇരിക്കുന്നത്. അപ്പൊ എന്തൊക്കെ കാര്യങ്ങൾ കുട്ടികളുടെ മാതാപിതാക്കൾ പറയാൻ പാടില്ല? അതിൽ ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത്, നമുക്കറിയാം കമ്പാരിസൺ. പലപ്പോഴും കുട്ടികൾ കൗൺസിലിങ്ങിന് വരുമ്പോഴത്തേക്കും അവർ പറയുന്നതാണ്, എപ്പോഴും കമ്പയർ ചെയ്യും, അല്ലെങ്കിൽ അവനായിട്ടോ അവളായിട്ടോ കമ്പയർ ചെയ്തുകൊണ്ടിരിക്കും. എനിക്കത് കേൾക്കുമ്പോഴേ ദേഷ്യമാണ്. അങ്ങനെ പറയുന്നൊരു കാര്യം. അപ്പൊ ഒരിക്കലും നമ്മൾ നമ്മുടെ കുഞ്ഞുങ്ങളെ മറ്റുള്ള കുട്ടികളുമായിട്ട് കമ്പയർ ചെയ്യാൻ പാടില്ല. ഇപ്പൊ ഒട്ടുമിക്ക മാതാപിതാക്കളും ചെയ്യാത്തൊരു കാര്യമാണ്, എന്നാൽ ഒട്ടുമിക്ക ആളുകളും ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യമാണ് കമ്പാരിസൺ എന്ന് പറയുന്നത്. നമ്മുടെ കുഞ്ഞ് എന്താണോ, നമ്മുടെ കുട്ടിയുടെ കഴിവ് എന്താണോ, നമ്മുടെ കുട്ടിയുടെ ബുദ്ധിയുടെ ലെവൽ എന്താണോ, അതിന്റെ എല്ലാ ലെവലും അറിയാവുന്നത് പേരൻസിനാണ്. പേരൻസിന് അറിഞ്ഞിരിക്കണം. അപ്പം ആ കൃത്യമായിട്ടും ഒരു ആൺകുട്ടിയായിട്ടാണെങ്കിലും പെൺകുട്ടി ആയിട്ടാണെങ്കിലും മറ്റുള്ളവരായിട്ട് കമ്പയർ ചെയ്യുന്ന ഒരു സിറ്റുവേഷൻ അല്ലെങ്കിൽ ഒരു പ്രവണത ഉണ്ടെങ്കിൽ അത് ഒഴിവാക്കുക. അപ്പൊ അത് കുറച്ചും കൂടിയും ഒരു അറ്റാച്ച്മെന്റ്, ചൈൽഡ് പേരൻസ് റിലേഷൻഷിപ്പ് കുറച്ചും കൂടി ബോണ്ടിങ് ആവും. അപ്പൊ ഒന്നാമത് നമ്മൾ ഉപേക്ഷിക്കേണ്ട കാര്യം എന്ന് പറയുന്നത് കമ്പാരിസൺ അവോയ്ഡ് ചെയ്യുക. രണ്ട് എന്ന് പറയുന്നത്, പലപ്പോഴും പല വീടുകളിൽ ഉപയോഗിക്കുന്ന ഒരു പ്രയോഗമാണ്, നീ ഒരു കാലത്തും ഗുണം പിടിക്കില്ല. നിന്റെ തല കണ്ട്, പച്ചമലയാളത്തിൽ പറയുകയാണെങ്കിൽ ഈ ഒരു കേസ് വന്നതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ പറയുന്നത്, നിന്റെ ഒരു തല കണ്ടതിന് ശേഷമാണ് കഷ്ടകാലം തുടങ്ങിയിരിക്കുന്നത്. ഇങ്ങനെയുള്ള ലോക്കൽ വേർഡ്സുകള് കുട്ടികളുടെ കേൾക്കെ പറയുന്നത് ഉപേക്ഷിക്കുക. കാരണം കഴിഞ്ഞ ആഴ്ച എനിക്കൊരു കേസ് വന്നതെന്ന് പറയുന്നത്, 9ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു ആൺകുട്ടിയാണ്. അവന്റെ അച്ഛൻ ഒരു വയസ്സൊക്കെ ആയപ്പോഴത്തേക്കും മരിച്ചുപോയി, സൂയിസൈഡ് ചെയ്യുമായിരുന്നു. അപ്പൊ ഈ കേസ് വന്നിരിക്കുന്നതെന്ന് പറയുകയാണെങ്കിൽ ഇവൻ ഡ്രഗ്സ് യൂസ് ചെയ്യുന്നുണ്ട്. അപ്പൊ അതിനുള്ള കൗൺസിലിങ്ങിനായിട്ടാണ് വന്നത്. അപ്പൊ ഈ അമ്മയും മോനെ ഇരുത്തി സംസാരിച്ചപ്പോൾ അമ്മ എന്നോട് പറഞ്ഞാണ്, മകന്റെ കേൾക്കെ പറഞ്ഞാണ്, എന്റെ മേഡം ഇവർ ഒരു കാലത്തും ഗുണം പിടിക്കത്തില്ല. ഇവര് തല കണ്ടപ്പോൾ തന്നെ ഇവരുടെ അച്ഛൻ സൂയിസൈഡ് ചെയ്തു. ഇനി ഇവനും അതുപോലെ ഒരു ഭ്രാന്തനാകും,
അല്ലെങ്കിൽ ഇവനും അതുപോലെ ആത്മഹത്യ ചെയ്യും എന്ന് ആ 9ാം ക്ലാസ്സിന്റെ കാരന്റെ കേൾക്കി അമ്മ റിപ്പീറ്റഡ് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഞാൻ അമ്മേനെ വെളിയിൽ ഇറക്കിയിട്ട് മകനോട് സംസാരിച്ചപ്പോൾ അവൻ പറയുന്നത്, എനിക്ക് വീട്ടിൽ നല്ലൊരു അന്തരീക്ഷമില്ല. ഞാൻ സ്കൂളിൽ വിട്ട് വരുന്ന സമയത്താണെങ്കിലും അമ്മ വീട്ടിലുണ്ടെങ്കിൽ എപ്പോഴും അമ്മ എന്നിങ്ങനെ കുറ്റപ്പെടുത്തിക്കൊണ്ട് തന്നെ ഇരിക്കും. നീ പഠിക്കത്തില്ല, അല്ലെങ്കിൽ നീ ഇറങ്ങിപ്പോക്കോ, നീ എന്തെങ്കിലും ജോലി ചെയ്തോ, ഇങ്ങനെ കണ്ടിന്യൂസ് പറയുന്നത് കൊണ്ട് തന്നെ നൈറ്റ് റെസ്റ്റോറൻറ്റിൽ ഞാൻ ജോലിക്ക് പോകുന്നുണ്ട്, ആ ക്യാഷ് അമ്മ മേടിച്ചു വാങ്ങുന്നുമുണ്ട്. പിന്നെ അമ്മ എപ്പോഴും എന്നോട് പറയും, നീ കഞ്ചാവാണ് കഞ്ചാവാണ് കഞ്ചാവാണ്. ഇത് എപ്പോഴും പറഞ്ഞ് ആ കഞ്ചാവിന്റെ മാർഗത്തിലോട്ട് എന്നെ തള്ളിവിട്ടതും എൻ്റെ അമ്മയാണ്. അപ്പൊ കൃത്യമായിട്ട് ഒരു കുഞ്ഞിനെ വളരാനുള്ള ഒരു സിറ്റുവേഷൻ എന്ന് പറയുന്നത് ഫാമിലി ആയിരിക്കണം, പേരൻസ് ആയിരിക്കണം. ആ പേരൻസ് തന്നെ പ്രയോഗിക്കുന്ന ചില വാക്കുകള് കുഞ്ഞിന്റെ വളർച്ചയെ തന്നെ മുരടിപ്പിച്ച് കളയുകയും പിന്നീട് അവർ സമൂഹത്തിൽ ഒരു ആന്റി സോഷ്യൽ ബിഹേവിയർ ആയിട്ടോ അല്ലെങ്കിൽ ഒരു വയലൻസ് ബിഹേവിയർ ആയിട്ടോ മാറുമ്പോൾ അവൾ പിന്നീട് ഓടി നടന്ന് കൗൺസിലിംഗ് ചെയ്തിട്ടോ അല്ലെങ്കിൽ ഒരു സൈക്കാട്രിക് ട്രീറ്റ്മെന്റ് ചെയ്തിട്ടോ ഒരുപാട് കാര്യമില്ല. അപ്പൊ അത് നമ്മൾ ചെയ്യേണ്ട കുറേ കാര്യങ്ങളുണ്ട് അടിസ്ഥാനപരമായിട്ട്. അത് നമ്മുടെ പേരൻസ്, നമ്മുടെ ഫാമിലിയിലെ മെമ്പേഴ്സ് അത് കൃത്യമായിട്ടും ചെയ്യേണ്ടതാണ്. അപ്പൊ ഇത്തരത്തിലുള്ള പ്രയോഗങ്ങളും അവരെ മാനസികമായിട്ട് വിഷമിപ്പിക്കുന്ന പ്രയോഗങ്ങളും അവോയ്ഡൻസ് ചെയ്യുക. പിന്നെ മൂന്നാമെന്ന് പറയുന്നത് കളിയാക്കുന്നത്. ചില ആളുകൾ ചെയ്യുന്നത് എന്താണ്, ഒന്നും ഉണ്ടായിരിക്കുമ്പോഴത്തേക്ക് അവർക്ക് അത് ഇഷ്ടമായിരിക്കും. പക്ഷെ പല കുട്ടികളും അത് ഉള്ളിലേക്ക് നെഗറ്റീവായിട്ടാണ് റിസീവ് ചെയ്യുന്നത്. അപ്പൊ കുട്ടികൾ വിചാരിക്കുന്നത് അച്ഛന് അല്ലെങ്കിൽ അമ്മയ്ക്ക് അല്ലെങ്കിൽ ഗ്രാൻഡ് പേരൻസിന് എന്നോട് ഇഷ്ടമല്ല, അവർക്ക് എന്നോട് ഒരു താല്പര്യമില്ല, അല്ലെങ്കിൽ എൻ്റെ ഒരു സിബ്ലിങ്സ് ഉണ്ടെങ്കിൽ എൻ്റെ സഹോദരനോടോ അല്ലെങ്കിൽ എൻ്റെ സഹോദരിയോടോ അവർക്ക് ഇഷ്ടം, ഞാൻ ഒന്നിനും കൊള്ളാത്തൊരു വ്യക്തിയാണ്. അങ്ങനെ കുറെ നെഗറ്റീവായിട്ടുള്ള ചിന്താരീതികൾ വരുമ്പോൾ അവരുടെ സെൽഫ് എസ്റ്റീമും സെൽഫ് കോൺഫിഡൻസും കുറയും. പലപ്പോഴും കുട്ടികൾ ഉൾവലിഞ്ഞ ഒരു സ്വഭാവക്കാരായിട്ട് മാറുകയും അങ്ങനെ ഉൾവലിഞ്ഞ സ്വഭാവക്കാരായിട്ട് മാറി വളരുമ്പോഴാണ് അവർക്ക് ഒരു കൂട്ടം ഫ്രണ്ട്സിനെ കിട്ടുന്നത്. ഒരു പിയർ ഇൻഫ്ലുവൻസ് ഉണ്ടാവും ഒരു ഏജ് ഒക്കെ ആകുമ്പോൾ. അപ്പൊ ആ പിയർ ഇൻഫ്ലുവൻസിൽ ചെല്ലുമ്പോഴത്തേക്കും അവരുടെ മുന്നിൽ പിടിച്ചു നിൽക്കാൻ വേണ്ടി അവര് യൂസ് ചെയ്യുന്ന ചിലപ്പോൾ വീഡിയോ ഗെയിംസ് ആവാം, അല്ലെങ്കിൽ ഡ്രഗ്സ് ആവാം, അതും ഇവരും കൂടുതൽ ഉപയോഗിച്ചു കൊടുക്കും. അപ്പൊ ഇവർക്ക് ഫ്രണ്ട്ഷിപ്പ് ഇമ്പോർട്ടൻ്റ് ആകും, ഫാമിലി മെമ്പേഴ്സും ഇവർക്ക് വലിയ ഇമ്പോർട്ടൻസ് ആവത്തുമില്ല. അപ്പൊ അതുകൊണ്ട് മറ്റുള്ളവരുടെ മുമ്പിൽ വെച്ച് കളിയാക്കുന്നതോ അല്ലെങ്കിൽ ആരും ഇല്ലെങ്കിലും ഇവരെ കളിയാക്കുന്ന ഒരു പ്രവണത ഉണ്ടെങ്കിൽ അത് ഉപേക്ഷിക്കുക. ഇനിയുള്ളത് കുട്ടികളുടെ മുന്നിൽ വെച്ചിട്ട് തമ്മിൽ തല്ലരുത്. മിക്കപ്പോഴും കുടുംബത്തിൽ ഉണ്ടാവുന്നതാണ്, ഭാര്യയും ഭർത്താവും എന്തെങ്കിലും പിണക്കങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടെങ്കിൽ മക്കളുടെ മുന്നിൽ വെച്ചിട്ട് അവരുടെ ദേഷ്യ പ്രകടനം നടത്തും. പക്ഷെ ഇത് കുട്ടിയുടെ മാനസികാവസ്ഥയെ വളരെ മോശമായിട്ടാണ് ബാധിക്കുന്നത്. ആ സമയത്തൊന്നും ഇല്ലെങ്കിലും കുറച്ചൊരു ഏജൊക്കെ ആകുമ്പോഴത്തേക്കും അത് പതുക്കെ ഒരു അക്രമ വാസനയിലോട്ടോ അല്ലെങ്കിൽ ഒരു ഡിപ്രഷൻ സ്റ്റേജിലോട്ടോ ഒരു ആൻസൈറ്റിയിലോട്ടോ കുട്ടിയുടെ ഒരു സ്വഭാവം അല്ലെങ്കിൽ ഒരു മാനസികാവസ്ഥ പോകുന്ന ഒരു പ്രവണതയാണ് കണ്ടുവരുന്നത്. നമുക്കറിയാം, ഒരു കുടുംബം എന്ന് പറയുന്നത് ഒരു കുട്ടീനെ സംബന്ധിച്ചും അവൻ്റെ ആദ്യത്തെ വിദ്യാലയമാണ്. അവിടുത്തെ അച്ഛനും അമ്മയും ഒക്കെ എന്താണ്, അവിടുത്തെ ആദ്യത്തെ അധ്യാപകരാണ്, നല്ല സുഹൃത്തുക്കളാണ്. അപ്പൊ കുട്ടികളുടെ മുന്നിൽ വെച്ച് തമ്മിൽ തല്ലുമ്പോൾ കുട്ടിയുടെ മാനസികാവസ്ഥ വളരെ വീക്കാവുകയും ആ സമയത്ത് അച്ഛനും അമ്മയും ഉപയോഗിക്കുന്ന വാക്കുകള് കുഞ്ഞുങ്ങൾ കേട്ട് വളരുകയും അവര് ചിലപ്പോൾ അത് സ്കൂളിലായിരിക്കും പറയുന്നത്. മോശമായിട്ടുള്ള വേർഡ്സ് സ്കൂളിൽ പറയുമ്പോൾ അത് ടീച്ചേഴ്സുമാരും മറ്റു കുട്ടികളും ശ്രദ്ധിക്കുമ്പോഴത്തേക്കുമാണ് ഇത് എവിടെ നിന്നാണ് വന്നതെന്ന് നോക്കുമ്പോഴത്തേക്കും അതൊരു ഫാമിലിയിൽ നിന്നാണ്. അപ്പൊ കഴിഞ്ഞ പ്രാവശ്യം 2ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു ആൺകുട്ടീനെ കൗൺസിലിങ്ങിന് കൊണ്ടുവന്നു. അത് സ്കൂൾ കൗൺസിലർ നമ്മളെ കോണ്ടാക്ട് ചെയ്താണ്. കാര്യം ചോദിച്ചപ്പോൾ ഇവൻ നല്ല മോശമായിട്ടുള്ള വേർഡ്സ് ആണ് യൂസ് ചെയ്യുന്നത്, അതായത് തെറിയാണ് യൂസ് ചെയ്യുന്നത് സ്കൂളിൽ വന്നതിന് ശേഷം. അപ്പൊ കുട്ടിയോട് സംസാരിച്ചപ്പോൾ കുട്ടി പറയുന്നത് അച്ഛനും അമ്മയും എപ്പോഴും വഴുക്ക പിടിക്കുമ്പോൾ ഈ വാക്കാണ് ഉപയോഗിക്കുന്നത്, അപ്പൊ ഈ വാക്കിനൊരു കുഴപ്പവും ഇല്ല എന്നാണ് കുഞ്ഞിന്റെ ഒരു സംസാരം എന്ന് പറയുന്നത്.
അപ്പൊ കൃത്യമായിട്ടും നമ്മൾ കുട്ടികളുടെ മുന്നിൽ വെച്ചിട്ട് പേരൻസ് തമ്മിൽ തല്ലുന്നതും വഴക്ക് പിടിക്കുന്നതും ഉപേക്ഷിക്കുക. ഇനി എന്തെങ്കിലും ഒരു അഭിപ്രായ വ്യത്യാസം ഉണ്ടെങ്കിൽ നിങ്ങളുടേതായിട്ടുള്ള ഒരു പ്രൈം ടൈമിൽ അല്ലെങ്കിൽ നിങ്ങളുടേതായിട്ടുള്ള സ്പേസ് ഉണ്ടാക്കി അത് സംസാരിച്ച് തീർക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക. ഒരു കാരണവശാലും കുട്ടികളുടെ മുന്നിൽ വെച്ചിട്ടുള്ള അത്തരത്തിലുള്ള നടപടികൾ ഒഴിവാക്കുകയാണെങ്കിൽ അവരുടെ മാനസികവും വൈകാരികവുമായിട്ടുള്ള ആരോഗ്യം കൂടുതൽ മെച്ചപ്പെടുകയും ഒരു ആരോഗ്യപരമായിട്ടുള്ള ഒരു കുടുംബാന്തരീക്ഷത്തിൽ വളരുന്ന ഒരു മെച്ചപ്പെടലും കുട്ടിക്ക് ഉണ്ടായിരിക്കും. അതുപോലെ തന്നെയാണ് ഗോസിപ്പുകൾ അല്ലെങ്കിൽ നുണ പറയുന്നത്. അപ്പൊ പലപ്പോഴും നമുക്കറിയാം കുട്ടി നുണ പറയുന്നത് വീട്ടിൽ നിന്ന് തന്നെ ആയിരിക്കും. അപ്പം വീട്ടിൽ ആരെങ്കിലുമൊക്കെ വരുമ്പോഴത്തേക്കും ഞാൻ ഇവിടെ ഇല്ല എന്ന് പറയാൻ കുട്ടീനെ പ്രേരിപ്പിക്കുന്നതും പേരൻസ് ആയിരിക്കും. അപ്പൊ ഇത് കുട്ടിയുടെ മനസ്സിൽ ഒരു തിങ്കിങ് വരുന്നത്, അച്ഛൻ അല്ലെങ്കിൽ അമ്മ ഇങ്ങനെ നുണ പറയുന്നു, ഒരു ചെറിയ നുണ പറയുന്നു, അപ്പൊ ഞാൻ ഇങ്ങനെ നുണ പറയുന്നത് കൊണ്ട് തെറ്റില്ല എന്ന് ആ ഒരു നിമിഷം തന്നെ അതിന്റെ തലച്ചോറ് സേവ് ചെയ്യുകയാണ് ചെയ്യുന്നത്. പിന്നീട് അവൻ നുണ പറയുമ്പോഴത്തേക്കും നമ്മളത് കണ്ടുപിടിച്ചു, അപ്പൊ നമ്മളത് വലിയ ഒരു കാര്യമാക്കി ഗമനിക്കുന്നില്ല. പിന്നെ വലിയ വലിയ നുണകൾ പറയുമ്പോഴത്തേക്കും ഒരു വലിയ പ്രശ്നമായിട്ടാണ് മാറുന്നത്. അപ്പൊ കുട്ടികളോട് കഴിവതും നുണ പറയാൻ പഠിപ്പിക്കാതിരിക്കുക. അതുപോലെ തന്നെ സത്യത്തിന്റെ മാർഗത്തിൽ കൂടി സഞ്ചരിപ്പിക്കാൻ വേണ്ടി അവരെ പ്രേരിപ്പിക്കുകയും ചെയ്യുക. പിന്നെ ചിലപ്പോൾ ചില പേരൻസ് കാണിക്കുന്നത് സ്വയം ന്യായീകരിക്കും. കാരണം പേരൻസിന്റെ ഭാഗത്ത് തെറ്റുണ്ടെങ്കിലും ആ തെറ്റിനെ ന്യായീകരിക്കാൻ വേണ്ടി അവർ പല കാര്യങ്ങളും ഇങ്ങനെ ചെയ്തുകൊണ്ടേയിരിക്കും. അപ്പൊ ഇത് കുട്ടി കണ്ടുപിടിക്കുകയും പിന്നീട് കുട്ടി വളർന്നു വരുമ്പോഴത്തേക്കും അവരും ഈ മെത്തേഡ് യൂസ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ട് സ്വയം ന്യായീകരിക്കുന്ന കാര്യങ്ങൾ അവോയ്ഡ് ചെയ്തിട്ട് കൃത്യമായിട്ടും കുട്ടികൾ ഉണ്ടെങ്കിൽ അവരെയും കൂടി ഇൻക്ലൂഡ് ചെയ്ത് അവർക്ക് മനസ്സിലാവുന്ന രീതിയിൽ സംസാരിക്കുകയും പേരൻസിന്റെ ഭാഗത്ത് നിന്ന് മിസ്റ്റേക്ക് വന്നിട്ടുണ്ടെങ്കിൽ അത് കറക്റ്റ് ചെയ്യുക, അവരുടെ മുന്നിൽ തന്നെ വെച്ച് കറക്റ്റ് ചെയ്യുകയാണെങ്കിൽ അവരത് ഫോളോ ചെയ്യും. ഇന്ന് കുട്ടികളുടെ റോൾ മോഡൽസ് എന്ന് പറയുമ്പോൾ എവിടെ വന്നാലും പേരൻസ് ആണ്, ഫസ്റ്റ് പേരൻസ് ആണ്. അപ്പൊ ആ പേരൻസ് അത് കറക്റ്റ് ചെയ്യുകയാണെങ്കിൽ കുട്ടികൾക്ക് കുറച്ചും കൂടിയും ബെറ്റർ ആയിട്ട് മുന്നോട്ട് പോകാൻ സാധിക്കും. പിന്നീട് നല്ലൊരു കാര്യം എന്ന് പറയുകയാണെങ്കിൽ നമുക്കറിയാം ഇപ്പൊ ലഹരി പദാർത്ഥങ്ങൾ കൂടിക്കൊണ്ടേയിരിക്കുകയാണ്. അപ്പൊ ആ ലഹരി പദാർത്ഥങ്ങൾ കൂടിക്കൊണ്ടിരിക്കുമ്പോഴത്തേക്കും കുട്ടികളുടെ ബിഹേവിയറിൽ നല്ല ചേഞ്ചസും ഒരു 10 വർഷം കഴിയുമ്പോഴത്തേക്കും ശരിക്കും മരിച്ചു പോകുന്നതല്ല, ഒരു ഭ്രാന്തന്മാരായിട്ട് യുവാക്കൾ മാറുമെന്നാണ് പഠനങ്ങൾ പറയുന്നത്. അപ്പൊ ആ ഒരു സിറ്റുവേഷൻ എത്താതിരിക്കാൻ വേണ്ടി നമുക്ക് പല കാര്യങ്ങളുണ്ട്. അപ്പൊ അതിലൊരു മെയിൻ ആയിട്ടൊരു റിയൽ സ്റ്റോറി എന്ന് പറയുന്നത്, ഒരിക്കലൊരു കുട്ടി ഒരു സ്കൂളിൽ ഭയങ്കര മോശക്കാരനായിരുന്നു, ഒട്ടും പഠിക്കത്തില്ല, അതുപോലെ തന്നെ എപ്പോഴും വഴക്കുണ്ടാക്കുക, ടീച്ചേഴ്സ്മാരിനോടൊക്കെ ഭയങ്കരമായിട്ട് അലമ്പായിട്ട് സംസാരിക്കാം, ടീച്ചറിനോടോ സാറിനോ ടീച്ചറിനോ ഒന്നും സംസാരിക്കാതെ ഭയങ്കര ദേഷ്യത്തോടു കൂടി അവരുടെ പേര് മാത്രം വിളിച്ച് സംസാരിക്കുന്ന ഒരു കുട്ടി ഉണ്ടായിരുന്നു. അപ്പൊ അങ്ങനെ ഇരിക്കുന്ന ഒരു സമയത്ത് അവൻ ക്ലാസ് കട്ട് ചെയ്ത് പോകുന്ന ഒരു സമയം അവനെല്ലാം ബോറിംഗ് ആയിട്ട് തോന്നും. അവൻ ക്ലാസ്സിൽ കയറുന്നില്ല, ക്ലാസ് കട്ട് ചെയ്ത് നടക്കുക. അങ്ങനെ വരാന്തയിൽ കൂടെ നടക്കുന്ന സമയത്താണ് ഒരു ലൈബ്രറി കാണുന്നത്. അവൻ ആദ്യമായിട്ടാണ് ആ ലൈബ്രറി കയറുന്നത്. അപ്പൊ എന്താണ് അതിൻ്റെ അകത്ത് ഉള്ളതെന്ന് അറിയാൻ വേണ്ടി അവൻ ലൈബ്രറി കയറുകയും അങ്ങനെ കുറേ പുസ്തകങ്ങൾ നോക്കിയപ്പോഴത്തേക്കും 16 വയസ്സേ ഉള്ളൂ. അപ്പൊ 16 വയസ്സുകാരനെ അട്രാക്റ്റീവ് ചെയ്യുന്ന തരത്തിൽ ഒരു പുസ്തകത്തിന്റെ പുറംചട്ടയോട് കൂടി ഒരു ഷെൽഫില് ഒരു ബുക്ക് ഇരിക്കുന്നു. അതായത് ഒരു അർദ്ധനഗ്നയായിട്ടുള്ള ഒരു ലേഡി ഒരു സിഗരറ്റ് വലിക്കുന്ന ഒരു പുറംചട്ടയോട് കൂടിയുള്ളൊരു പുസ്തകമാണ് കാണുന്നത്. അപ്പൊ ഈ 16 വയസ്സുകാരന്റെ മനസ്സിൽ അതിൻ്റെ അകത്ത് എന്തായിരിക്കും എന്നറിയാൻ വേണ്ടി അവൻ പതുക്കെ ആ പുസ്തകം എടുത്തിട്ട് ലൈബ്രറിയിനോട് ആരോട് ചോദിക്കാതെ ആ പുസ്തകം മോഷ്ടിച്ചുകൊണ്ട് പോവാണ് ചെയ്യുന്നത്. അങ്ങനെ ആ പുസ്തകം മോഷ്ടിച്ചുകൊണ്ട് പോയപ്പോൾ ആരും കണ്ടില്ല. അങ്ങനെ അവൻ പെട്ടെന്ന് വീട്ടിൽ ചെന്നിട്ട് ആ പുസ്തകം തുറന്ന് വായിക്കാൻ തുടങ്ങുവാണ്. അങ്ങനെ വായിച്ച് 3 ദിവസം കൊണ്ട് അവൻ ആ പുസ്തകം തീർത്ത്. ഇത് ഫ്രാങ്ക് ഇയർബിയുടെ ദ പ്ലഷർ ഓഫ് പ്ലസന്റ് വാലി എന്നൊരു പുസ്തകമായിരുന്നു. അവൻ ആ പുസ്തകം ഇഷ്ടപ്പെട്ടു. അതിനുശേഷം ആരും കാണാതെ തന്നെ ആ ഷെൽഫില് അദ്ദേഹത്തിന്റെ ആ ഓതറിന്റെ ടെക്സ്റ്റ് ഇങ്ങനെ പുസ്തകം കൊണ്ടുവെക്കാൻ നോക്കിയപ്പോൾ
ഓതറിന്റെ മറ്റൊരു പുസ്തകം ഇരിക്കുന്നുണ്ട്. അപ്പൊ അവന് ഒന്നും കൂടിയും എന്തായിരിക്കും ആ പുസ്തകത്തിനകത്ത് എന്നൊരു വായിക്കാനുള്ളൊരു ടെൻഡൻസി ഉണ്ടായി. ഉടനെ അവൻ അടുത്ത പുസ്തകവും അവിടുന്ന് മോഷ്ടിച്ചിട്ട് വീണ്ടും ആ രണ്ടാമത്തെ പുസ്തകവും ഇരുന്ന് വായിച്ചു. അങ്ങനെ കണ്ടിന്യൂസ് ആയിട്ടുള്ള വായന അവനിലേക്ക് വന്നു തുടങ്ങി. സ്കൂളിലെ ഏറ്റവും ഒഴുപ്പനായിട്ടുള്ള വ്യക്തി, ക്ലാസ്സിൽ പറഞ്ഞു കേൾക്കാത്ത കുരുത്തം കെട്ടവൻ, ടീച്ചേഴ്സുമാരെയും ആരോടും റെസ്പെക്റ്റും ഇല്ലാത്തൊരു കുട്ടി പതുക്കെ പഠിക്കാൻ തുടങ്ങി, വായിക്കാൻ തുടങ്ങി. അതിനുശേഷം അവൻ പരീക്ഷകളെല്ലാം പാസ്സായി. അങ്ങനെ അവൻ എക്സാം പാസ്സായി ഒരു ജഡ്ജായിട്ട് മാറി. ആ ജഡ്ജിന്റെ പേരാണ് ഉള്ളീനിൽ എന്ന് പറയുന്ന ജഡ്ജ്. ശരിക്കും അദ്ദേഹം ലൈബ്രറിയിൽ വരികയും ആ പുസ്തകം മോഷ്ടിക്കുകയും ചെയ്യുന്നത് അദ്ദേഹത്തിന് ഒരു ടീച്ചറെ കണ്ടായിരുന്നു. ആ ടീച്ചറിനെ എപ്പോഴും ഇവൻ വിഷമിപ്പിച്ചുകൊണ്ടിരിക്കുകയും കളിയാക്കുകയും ചെയ്തിരുന്ന ഒരു കുട്ടിയാണ് ഒല്ലീനില്. പക്ഷെ ആ ടീച്ചറ് അവിടെ വെച്ചിട്ട് ദേഷ്യത്തിലോ ഒച്ച വെക്കുകയോ ബഹളം വെക്കുകയോ നീ മോഷ്ടിച്ചു എന്ന് പറയുകയോ ചെയ്യുവാണെങ്കിൽ അദ്ദേഹം ഒരു ജഡ്ജായിട്ട് മാറത്തില്ലായിരുന്നു. പക്ഷെ ആ ടീച്ചർ ചെയ്തത് മിണ്ടിയില്ല. അവരെടുത്തോണ്ട് പോയ ടെക്സ്റ്റ് അല്ലെങ്കിൽ ആ ബുക്ക് ആരുടെയാണ്, ഏത് ഓതറിന്റെ ആണെന്ന് കണ്ടുപിടിക്കുകയും ഒരുപാട് ദൂരം യാത്ര ചെയ്ത് അതേ ഓതറിന്റെ കുറേ ബുക്സ് കളക്ട് ചെയ്യുകയും സ്വന്തം ക്യാഷ് കൊടുത്ത് കുറേ ബുക്സ് കളക്ട് ചെയ്യുകയും അവിടെ കൊണ്ടുവന്ന് സേവ് ചെയ്യുകയും ചെയ്തു. അങ്ങനെ ശരിക്കും അവനെ ഒരു വായനക്കാരനാക്കി മാറ്റിയത് ആ ഒരു ടീച്ചറാണ്, ഗ്രാഡ് ടീച്ചർ എന്നുള്ള ടീച്ചറാണ്. ഇവിടെ ഈ സ്റ്റോറി പറയാൻ കാരണം നമ്മുടെ കുട്ടികളുടെ കഴിവ് എന്താണ് എന്നും അല്ലെങ്കിൽ അവരുടെ ആ കഴിവിനെ നമുക്ക് സപ്പോർട്ട് ചെയ്യാൻ ഓരോ ടീച്ചേഴ്സ്മാരും ഓരോ പേരൻസും ഓരോ ഗ്രാഡ് ടീച്ചറായിട്ട് മാറേണ്ടതാണ്. ഒരു കഴിവുണ്ടെങ്കിൽ എപ്പോഴും നമ്മൾ അവനെ അല്ലെങ്കിൽ അവളെ വഴക്ക് പറഞ്ഞ് അത് പറ്റത്തില്ല എന്ന് പറഞ്ഞ് നമ്മൾ അവരുടെ കഴിവിനെ ബ്ലോക്ക് ചെയ്യുമ്പോൾ ഒരു മറ്റൊരു ലെവലിലോട്ട് പോവുകയാണ് ചെയ്യുന്നത്. ബ്രിട്ടീഷ് റൈറ്റർ ആയിട്ടുള്ള ബാർഡാമിയർ പറയുന്നത്, നാം എല്ലാം ഒരേ തോണിയിലല്ല സഞ്ചരിക്കുന്നത്, പക്ഷേ നമ്മളെല്ലാവരും ഒരേ കൊടുങ്കാറ്റിലാണ് സഞ്ചരിക്കുന്നത്. ചിലവർക്ക് സൂപ്പർ നൗകയിലാണ്, ചിലർക്ക് ഒരു തുഴയേ ഉള്ളൂ. എന്നാൽ കുട്ടികളെല്ലാം വ്യത്യസ്തമായ വള്ളത്തിലാണ് സഞ്ചരിക്കുന്നത്. ആ വ്യത്യസ്തമായ വള്ളത്തിൽ സഞ്ചരിക്കുന്ന ചില കുട്ടികൾക്ക് കുറച്ച് സപ്പോർട്ടും അതുപോലെ തന്നെ ചില പിന്തുണയും അത്യാവശ്യമാണ്. അതുകൊണ്ട് അവർക്ക് നല്ല സപ്പോർട്ടും പിന്തുണയും കൊടുക്കുവാണെങ്കിൽ നല്ല കുട്ടികളായിട്ട് അവർ വളരുമെന്നാണ് ഡാമിയർ ബാർ പറയുന്നത്. ഇവിടെ നമ്മൾ ചെയ്യേണ്ടത് നമ്മുടെ കുട്ടികൾക്ക് നല്ല സപ്പോർട്ട് കൊടുക്കാൻ വേണ്ടിയും അവർക്ക് നല്ല രീതിയിൽ വളരാൻ വേണ്ടിയുമുള്ള ഒരു സാഹചര്യം നമ്മൾ വളർത്തി കൊടുക്കണം. ഞാനൊരു ചോദ്യം ചോദിക്കട്ടെ, എങ്ങനെയാവണം ഒരു നല്ല അച്ഛനും അമ്മയും? എല്ലാരും പോയോ? എന്തോ നല്ല രീതിയിൽ കുട്ടികളെ വളർത്തണം. നല്ല രീതിയിൽ കുട്ടികളെ വളർത്തണം. എങ്ങനെയായിരിക്കണം നമ്മൾ നല്ല രീതിയിൽ കുട്ടികളെ വളർത്തേണ്ടത്? കുട്ടികളുടെ ഏറ്റവും നല്ല സുഹൃത്തായിരിക്കണം പേരൻസ്. കറക്റ്റാണ്, കുട്ടികളുടെ ഏറ്റവും നല്ല സുഹൃത്തുക്കളായിരിക്കണം പേരൻസ്. പിന്നെയോ മാതാപിതാക്കൾ കുട്ടികളുടെ റോൾ മോഡൽ ആയിരിക്കണം. മാതാപിതാക്കൾ കുട്ടികളുടെ റോൾ മോഡൽ ആയിരിക്കണം. കറക്റ്റാണ്. പിന്നെ കുട്ടികളുടെ നല്ല സുഹൃത്തുക്കളായിരിക്കണം, മാതാപിതാക്കൾ നല്ല റോൾ മോഡൽ ആയിരിക്കണം. നല്ല കാര്യം നല്ല കാര്യം ചെയ്യുമ്പോൾ അഭിനന്ദനം. നല്ല കാര്യങ്ങൾ അവർക്ക് ചെയ്യുമ്പോൾ അവർക്ക് അതിൻ്റെതായിട്ടുള്ള അഭിനന്ദനങ്ങൾ കൊടുക്കണം.
അവർക്ക് ഇത് തുറന്നു പറയാനൊരു സിറ്റുവേഷൻ പാരന്റ്സിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാവണോ വേണ്ടയോ? ഉണ്ടാവണം. ഉണ്ടാവും. അപ്പൊ നല്ലൊരു അച്ഛനും അമ്മയും ആവാൻ നല്ലൊരു നല്ലൊരു പേരൻസ് ആവാൻ നമ്മൾ ശ്രദ്ധിക്കണം. നല്ലൊരു അച്ഛനും അമ്മയും ആവാൻ ശ്രദ്ധിക്കണം. അപ്പൊ നമുക്കൊരു സംശയം വരുന്നതാണ്, എങ്ങനെയാണ് നല്ലൊരു അച്ഛനും അമ്മയും ആവുക? ഞാനൊരു നല്ല അച്ഛനും ഞാനൊരു നല്ലൊരു അമ്മയല്ലേ എന്നൊരു ചോദ്യം വരും. ശരിയാണ്, നമ്മൾ നല്ലൊരു അച്ഛനും നമ്മളൊരു അമ്മയാണ്. പക്ഷേ കുട്ടികൾ വളരുന്ന സാഹചര്യത്തില് അവരുടെ ഒരു പെരുമാറ്റത്തിൽ കുറെ മാറ്റങ്ങൾ ഉണ്ടാകുന്ന സമയത്ത് അത് എന്താണ് എന്ന് മനസ്സിലാക്കി അതനുസരിച്ച് നമ്മൾ നിൽക്കുമ്പോഴത്തേക്കും നമ്മൾ കുറച്ചും കൂടി സപ്പോർട്ടീവ് ആയിട്ടുള്ള പേരൻസ് ആയിട്ട് മാറുകയാണ് ചെയ്യുന്നത്. ഇപ്പൊ ഒരു നല്ല അച്ഛനും അമ്മയും ആവുക എന്നാണെങ്കിൽ ഒന്നാമതായി കുട്ടികളെ കേൾക്കുക. ഇപ്പൊ എല്ലാവർക്കും ഒരു ജോലിയും ഡ്യൂട്ടിയും തിരക്കും ഒക്കെയാണ്. പക്ഷെ കുട്ടികളെ പലപ്പോഴും പല പേരൻസും ശ്രദ്ധിക്കാതെ പോകുന്നു. എല്ലാവരും ഒന്നും പറയുന്നില്ല, ചില പേരൻസ് ശ്രദ്ധിക്കാതെ പോകുന്നു. അപ്പൊ ശ്രദ്ധിക്കാതെ പോകുന്നതിന്റെ അടിസ്ഥാനത്തിലുള്ള ഒരു മാസത്തില് എനിക്ക് വരുന്ന പോക്സോ കേസ് എന്ന് പറയുന്നത് 85, 70, 50 കേസുകളാണ് പോക്സോയും ഡ്രഗ്സും വരുന്നത്. അപ്പൊ പലപ്പോഴും നമ്മൾ അതിന്റെ ഒരു കാര്യങ്ങൾ ഡീറ്റെയിൽസ് എടുക്കുമ്പോൾ പേരൻസിന് ഒന്നെങ്കിൽ കുട്ടികളെ ശ്രദ്ധിക്കാനുള്ള സമയമില്ല, അല്ലെങ്കിൽ അവരെ കേൾക്കാനുള്ള സമയമില്ല, അല്ലെങ്കിൽ ഒരു ബ്രോക്കൺ ഫാമിലി ആയിരിക്കും. അപ്പൊ ആ ഒരു അന്തരീക്ഷത്തിൽ വളരുന്നത് കൊണ്ട് പലപ്പോഴും കുട്ടികൾ ചെന്ന് ചാടുന്ന അല്ലെങ്കിൽ കുട്ടികൾ അബ്യൂസ് ചെയ്യപ്പെടുകയാണ് ചെയ്യുന്നത്. സെക്ഷൽ ആകാം, അല്ലെങ്കിൽ ഫിസിക്കൽ ആവാം, പലതരത്തിലുള്ള അബ്യൂസിൽ ചെന്ന് ചാടുകയാണ് ചെയ്യുന്നത്. അപ്പൊ പേരൻസിന് എങ്ങനെയായിരിക്കണം, നല്ലൊരു അച്ഛനും അമ്മയും എങ്ങനെയായിരിക്കണം, അവര് ശരിക്കും കേൾക്കുക. അതായത് 2 കേസ് എന്ന് പറയുകയാണെങ്കിൽ ഒരു റിയൽ ആയിട്ട് വന്നിരിക്കുന്ന 2 കേസാണ് ഇന്ന് വന്നതും കഴിഞ്ഞ ആഴ്ച വന്നൊരു കേസ്. ഒരു പെൺകുട്ടിക്ക് 13 വയസ്സേ ഉള്ളൂ. നമ്മുടെ വീട്ടിൽ അച്ഛനുണ്ട്, അമ്മയുണ്ട്, ചേട്ടനുണ്ട്. ചേട്ടൻ 9ാം ക്ലാസ്സിൽ പഠിക്കുന്നു. അപ്പൊ പോക്സോ ആയിട്ട് വന്ന ഒരു പെൺകുട്ടിയാണ്. അവളെ കൗൺസിലിംഗ് ചെയ്തപ്പോൾ കുട്ടി പറയുന്നത്, എന്നെ ആദ്യമായിട്ട് ചേട്ടൻ ബാഡ് ടച്ച് ചെയ്തപ്പോൾ ഞാൻ എൻ്റെ അമ്മയോട് പറഞ്ഞു. അപ്പൊ അമ്മ എന്നോട് പറഞ്ഞത്, ചേട്ടനല്ലേ പോട്ടെ, ഇനി ചേട്ടനുള്ള സമയത്ത് നീ അവിടെ നിൽക്കണ്ട, നീ മാറി ഒന്നെങ്കിൽ കതകടച്ചിരുന്നോളം പറഞ്ഞു. ചേട്ടനെ നന്നായിട്ട് ഉപദ്രവിക്കും. ഇതിങ്ങനെ അച്ഛനോടും അമ്മയോടും പറഞ്ഞപ്പോഴത്തേക്കും അവർ വലുതായിട്ട് ഗമനിച്ചില്ല, വലുതായിട്ട് മൈൻഡ് ചെയ്തില്ല. പിന്നെ ഇതൊരു ഡീപ്പ് സെക്ഷൽ അബ്യൂസ് ആയപ്പോഴത്തേക്കും ഞാൻ എൻ്റെ വീട്ടിൽ ആരോടും പറഞ്ഞില്ല, സ്കൂളിലെ കൗൺസിലറിനോടാണ് പറഞ്ഞത്. അങ്ങനെയാണ് നമുക്ക് കേസ് വന്നിരിക്കുന്നത്. അപ്പൊ കൃത്യമായിട്ടും കുട്ടി അത് അറിയിക്കേണ്ടവരെ അറിയിച്ചപ്പോഴത്തേക്കും അതിന് വേണ്ട ഒരു വാല്യൂ വീട്ടിൽ നിന്ന് കൊടുത്തിട്ടില്ല. അത് കേസാകും, അല്ലെങ്കിൽ പ്രശ്നമാകും, മറ്റുള്ളവരുടെ മുന്നിൽ നാണക്കേടും എന്നുള്ള ചിന്ത കൊണ്ടായിരിക്കാം അവർ കൂടുതൽ ആ കുട്ടീനെ പ്രഷർ ചെയ്ത് മാറ്റുകയാണ് ചെയ്തത്. അപ്പൊ അവിടെ ഒന്ന് തുറന്നു പറയാനോ ആ പറയുന്ന കാര്യങ്ങൾ കേൾക്കാനോ പേരൻസിന് സമയമില്ല, അല്ലെങ്കിൽ അവര് പറയുന്ന കാര്യങ്ങൾക്ക് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നില്ല. അതുകൊണ്ട് അടുത്തൊരു സിറ്റുവേഷൻ വരുമ്പോൾ അവർ പറയത്തില്ല, പേരൻസിനോട് പറയത്തില്ല. അതാണ് രണ്ടാമത് ഒരു ഡീപ്പായിട്ട് വന്നപ്പോഴത്തേക്കും കുട്ടി പേരൻസിനോട് പറയുന്നത്. എന്താണ് പറയാതിരുന്നതെന്ന് ചോദിച്ചപ്പോൾ ആ കുട്ടി എന്നോട് പറയുന്നത്, പറഞ്ഞിട്ടും കാര്യമില്ല, അതുകൊണ്ടാണ് ഞാൻ പറയാതിരുന്നത്. 13 വയസ്സേ ഉള്ളൂ. അപ്പൊ ഇതുപോലെ ഇന്ന് വന്നൊരു കേസ് എന്ന് പറയുകയാണെങ്കിൽ +2 കഴിഞ്ഞ് അവൻ +2 എക്സാം എഴുതി നിൽക്കുകയാണ്. അപ്പം വീട്ടില് ഒരു നല്ല അന്തരീക്ഷമില്ല എന്നാണ് അവൻ പറയുന്നത്. അവൻ പറയുന്നതൊന്ന് കേൾക്കാനോ അല്ലെങ്കിൽ എല്ലാവരും ഒരുമിച്ചിരിക്കുവാനോ അച്ഛനും സമയമില്ല, അമ്മയ്ക്കും സമയമില്ല, സഹോദരിക്കും സമയമില്ല. 3 പേരും 3 തരത്തിലാണ്. ഞാൻ എന്തെങ്കിലും പറഞ്ഞു വരുവാണെങ്കിൽ എന്നോട് ഭയങ്കര ദേഷ്യമാണ്, അല്ലെങ്കിൽ എന്നെ എപ്പോഴും ശകാരമാണ്, എപ്പോഴും വഴക്കാണ്. അപ്പൊ ഞാൻ തിരിച്ചു ചോദിച്ചു, പേരൻസിന് എപ്പോഴാ കൊച്ചിനോട് സ്നേഹം ഉണ്ടായിട്ട് തോന്നിയിട്ടുള്ളതെന്ന് ചോദിച്ചു. അപ്പൊ എന്നോട് പറഞ്ഞു, എനിക്ക് എന്തെങ്കിലും പനിയോ അസുഖമോ വരുമ്പോൾ ഭയങ്കര കെയറിങ് ആണ്, അല്ലാത്ത സമയത്ത് ഒരു കെയറിങ്ങും ഇല്ല, എപ്പോഴും വഴക്കാണ്, കമ്പാരിസൺ ആണ്, ഭയങ്കര ബുദ്ധിമുട്ടാണ്. അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് ഞങ്ങളുടെ അടുത്ത് കുറച്ച് ഫ്രണ്ട്സ് ഉണ്ട്. ആ ഫ്രണ്ട്സുമായിട്ട് കുറച്ച് കൂട്ടുകൂടുകയും അവർ കഞ്ചാവൊക്കെ ഉപയോഗിക്കും. അങ്ങനെ ഞാൻ വീട്ടുകാരെ അറിയാതെ സിഗരറ്റ് ഒക്കെ വലിക്കാൻ തുടങ്ങി. ഒരു ദിവസം അമ്മ അത് കണ്ടുപിടിച്ചു. പക്ഷേ ഒരാള് കഞ്ചാവ് വലിച്ചപ്പോൾ ഒരു പ്രാവശ്യം ഞാനത് യൂസ് ചെയ്തു. എൻ്റെ കയ്യിൽ ആ കൂട്ടുകാരൻ തന്നപ്പോൾ എക്സൈസുകാർ വീട്ടിൽ വന്നു എന്നെ പിടിച്ചു. ആ കേസിലാണ് നമുക്ക് വന്നിരിക്കുന്നത്.
അപ്പൊ ആ കുട്ടി പറയുന്നത് എനിക്കൊരു ആനന്ദം കിട്ടുന്നത് ഔട്ട്സൈഡിൽ നിന്നാണ്, എന്റെ ഫ്രണ്ട്സിൽ നിന്നുമാണ്. എന്റെ വീട്ടുകാര് ഇപ്പോഴും എന്നെ മനസ്സിലാക്കുന്നില്ല. ഈ കഞ്ചാവ് പിടിച്ചതിന് ശേഷം എപ്പോഴും എന്നെ കുറ്റപ്പെടുത്തി നിൽക്കുക, എനിക്ക് എങ്ങോട്ടെന്നെ ഇറങ്ങിപ്പോകുന്ന ഒരു മനസ്ഥിതിയാണ് എന്ന്. ശരിക്കും നമുക്ക് ഒരു ഫാമിലി അറ്റ്മോസ്ഫിയർ എന്ന് പറയുന്നത് നമുക്കറിയാലോ. അവിച്ഛിന്ന പ്രേമ ഭാജേന വർത്തത എത്ര ദമ്പതി സർവ കല്യാണ സമ്പന്നം കുലം ദദതി പാവനം എന്നാണ്. എവിടെയാണോ ഭാര്യയും ഭർത്താവും മക്കളും സന്തോഷത്തോടു കൂടിയും സമാധാനത്തോടു കൂടിയും ഇരിക്കുന്നത്, ഇവിടെ പുണ്യമായ ക്ഷേത്രത്തിന് തുല്യം തന്നെയാണ്. അപ്പൊ കുട്ടികളെ ശരിക്കും മനസ്സിലാക്കുകയും അവരെ കേൾക്കാൻ അവർക്ക് വേണ്ടി ടൈം കണ്ടെത്തുകയും ചെയ്യുമ്പോഴത്തേക്കും അവര് നമ്മളിൽ നിന്നും ഒന്നും മറിക്കത്തുമില്ല. അവരുടെ ഓരോ മൊമെന്റ്സും നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ സാധിക്കുകയും ചെയ്യും. അതുകൊണ്ട് നല്ലൊരു അച്ഛനും അമ്മയും നല്ല കേൾവിക്കാരാകാൻ വേണ്ടി ശ്രമിക്കുക. പിന്നീടുള്ള ഒരു കാര്യം എന്ന് പറയുന്നത് കുട്ടികളെ ശിക്ഷിക്കുന്ന രീതി. ആ ഒരു ശിക്ഷണത്തോട്, ഒരു പണിഷ്മെന്റിനോട് എന്താ അഭിപ്രായം? കുട്ടികൾ എന്ത് തെറ്റ് ചെയ്താലും അപ്പൊ ശിക്ഷിക്കണോ, അല്ലെങ്കിൽ അവരെ എങ്ങനെ മനസ്സിലാക്കണം? ക്വസ്റ്റ്യൻ മനസ്സിലായോ? ഹലോ, ഒന്നുകൂടി ചോദ്യം പറയാമോ? പണിഷ്മെന്റ്, എല്ലാ തെറ്റിനും പണിഷ്മെന്റ് കൊടുക്കണോ, അല്ലെങ്കിൽ എങ്ങനെയായിരിക്കണം അത് നമ്മൾ അവരെ ബോധ്യപ്പെടുത്തേണ്ടത്? നീതു ടീച്ചറെ സ്വരം ശരിക്ക് കേൾക്കത്തില്ല, സംസാരിക്കുന്ന ഓളിയില്ല കേട്ടോ. ഇത്ര നേരം ഓളിയില്ലായിരുന്നു, ഇപ്പോഴാണോ? അതെ അതെ, ഭയങ്കര ഇതിലാ, വിഷമിച്ചാ കേക്കുന്നത്. ആണോ? ഇപ്പൊ കേക്കാവോ? എല്ലാരോടും ചോദിച്ചാ കേക്കാവോ? എനിക്ക് പാടായിരുന്നു. മാഡം നെറ്റ് പ്രോബ്ലം ആണെന്നാ തോന്നുന്നത്. നെറ്റ് പ്രോബ്ലം പോലെ ശരിക്കും ഓളി അങ്ങോട്ടോ വരുന്നില്ല. ഫാൻ ഒന്ന് നിർത്തിക്കേ അവിടുത്തെ, ചിലപ്പോ ഫാനിന്റെ ആണോ, ഫാൻ കറങ്ങുന്നു. ഇപ്പൊ ഓക്കെ ആവുന്നുണ്ടോ സൗണ്ട്? എന്തോ കേൾക്കുന്നുണ്ട് നല്ലോണം. എന്റെ പ്രശ്നമല്ലായിരിക്കും, എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക. അപ്പൊ എന്റെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്, കുട്ടികൾ ഒരു പ്രശ്നം അല്ലെങ്കിൽ ഒരു തെറ്റ് കാണിച്ചിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് അവർക്ക് പണിഷ്മെന്റ് കൊടുക്കണോ, അല്ലെങ്കിൽ എങ്ങനെയായിരിക്കണം ഒരു പേരന്റിംഗ് എന്ന നിലയിൽ നിങ്ങളുടെ അപ്രോച്ച് എങ്ങനെയാണ്? അതിന്റെ വരാഴികകളെ കുറിച്ച് അവരെ പറഞ്ഞ ഉദാഹരണങ്ങളിലൂടെ പറഞ്ഞ് മനസ്സിലാക്കി നേർവഴിക്ക് നയിക്കാൻ നോക്കണം. ഓക്കെ, കറക്റ്റ് ആണ്. പിന്നെ പണിഷ്മെന്റും ഡിസിപ്ലിനും ഉണ്ട് ഇല്ലേ? ശിക്ഷയും ശിക്ഷണവും ഉണ്ട്. അപ്പൊ എപ്പോഴും നമ്മൾ പണിഷ്മെന്റ് കൊടുക്കുമ്പോൾ പഠനങ്ങൾ പറയുന്നത് കുട്ടിയിൽ ഒരു അക്രമ വാസന കൂടിക്കൊണ്ടിരിക്കുകയാണ്. അതൊരു റിവെഞ്ച് ബിഹേവിയർ ആയിട്ട് മാറിക്കൊണ്ടേയിരിക്കുകയാണ്. അതുകൊണ്ട് അവർക്ക് എപ്പോഴും പണിഷ്മെന്റ് കൊടുക്കുമ്പോൾ പല രീതിയിലുള്ള സ്കിൽസ്, സോഷ്യൽ സ്കിൽസ് കുറയുകയും അതുപോലെ തന്നെ സെൽഫ് കോൺഫിഡൻസും സെൽഫ് എസ്റ്റീം കുറയുകയും ചെയ്യുന്നുണ്ട്. അപ്പൊ അവരുടെ ഒരു വയലൻസ് ബിഹേവിയർ പതുക്കെ കൂടും. മുമ്പേ ആദ്യമേ ഞാൻ പറഞ്ഞതുപോലെ എന്നെ ഇഷ്ടമല്ലാത്തത് കൊണ്ടാണ് എന്നോട് ഇങ്ങനെ ഒരു പണിഷ്മെന്റ് എനിക്ക് തരുന്ന എന്നൊരു ചിന്താരീതി വരികയും ആ ചിന്താരീതി ഇങ്ങനെ അമർന്നു പോകുമ്പോഴല്ല, അതായത് നമ്മുടെ മൈൻഡിൽ ഇങ്ങനെ സെറ്റായി പോകുമ്പോഴത്തേക്കും അത് മാറ്റാൻ ഭയങ്കര പാടാണ്. പിന്നെ ഒരു പേരൻസിനോടുള്ള ഒരു റിലേഷൻഷിപ്പ് എന്ന് പറയുകയാണെങ്കിൽ ഒരു സ്നേഹമില്ലായ്മ ആയിരിക്കും, അല്ലെങ്കിൽ ഒരു ശത്രുവിനെ കാണുന്ന പോലെ ആയിരിക്കും. ഞാൻ എൻ്റെതായ രീതിയിൽ മൂവ് ചെയ്യും, നിങ്ങൾക്ക് എന്താണ് എന്നൊരു ചോദ്യമായിരിക്കും. അപ്പൊ ശിക്ഷ കൊടുക്കുമ്പോൾ, ഒരു പണിഷ്മെന്റ് കൊടുക്കുമ്പോൾ കുട്ടി ചെയ്തിരിക്കുന്ന തെറ്റിന്, ഇപ്പൊ സാറ് പറഞ്ഞിരിക്കുന്ന പോലെ അത് എന്താണ് എന്ന് സമാധാനപരമായിട്ട് ബോധ്യപ്പെടുത്തി ആ തെറ്റ് ആവർത്തിക്കാതിരിക്കാൻ വേണ്ടി കുഞ്ഞിനെ അല്ലെങ്കിൽ കുട്ടികളെ നമ്മൾ
കൂടുതൽ സപ്പോർട്ട് ചെയ്യുക, ആ തെറ്റ് റിപ്പീറ്റ് ചെയ്യാതിരിക്കാൻ വേണ്ടി സപ്പോർട്ട് ചെയ്യുക. അതിനു വേണ്ടിയുള്ള ഒരു ബിഹേവിയർ വാക്സിൻ എന്ന് പറയും. ഇപ്പോഴത്തെ ടേംസ് ആണ് ബിഹേവിയർ വാക്സിൻ. നമുക്കറിയാം വാക്സിൻ എന്ന് പറഞ്ഞാൽ എന്താണ്? കുത്തിവയ്പ്പാണ് അല്ലെ, ഒരു പ്രതിരോധ കുത്തിവയ്പ്പാണ് വാക്സിൻ എന്ന് പറയുന്നത്. ബിഹേവിയർ വാക്സിൻ എന്ന് പറയുന്നത് നമ്മുടെ സ്വഭാവം രൂപീകരണത്തിന് വേണ്ടിയുള്ള ഒരു കുത്തിവയ്പ്പ് എന്ന് പറയും, ഒരു ഡോസ് എന്ന് പറയും. അതിനാണ് ബിഹേവിയർ വാക്സിൻ എന്ന് പറയുന്നത്. ശരിക്കും ഇവിടെ ബിഹേവിയർ വാക്സിൻ എന്ന് പറയുന്നത് കുട്ടികൾക്ക് എമ്പതി, നമ്മൾ പറയാം അനുതാപം, സഹതാപം, തന്മയഭാവം എന്നൊക്കെ പറയുന്നത്. അപ്പൊ അങ്ങനെ ഒരു എമ്പത്തിക് ഫീലിങ്സ് ഉണ്ടാവാൻ വേണ്ടി നമ്മൾ കുട്ടികളെ ട്രെയിനിങ് ചെയ്യുന്നതാണ് ബിഹേവിയർ വാക്സിൻ എന്ന് പറയുന്നത്. ഷഹബാസ് എന്നൊരു കുട്ടി, 10ാം ക്ലാസ്സിലൊരു കുട്ടി മരിച്ചപ്പോൾ അവരുടെ സഹപാഠികളെ അയച്ചിരിക്കുന്ന മെസ്സേജ് എന്ന് പറയുന്നത് നമുക്ക് മനുഷ്യത്വ വിരുദ്ധമായിട്ടുള്ള മെസ്സേജുകളാണ്. അതുപോലെ തന്നെ ഒരു കുട്ടി അവനെ ചെന്ന് കണ്ടതിന് ശേഷം വോയിസ് മെസ്സേജ് ഇട്ടേക്കുന്നത് എങ്ങനെയായിരുന്നു? അവന് കണ്ണൊന്നുമില്ല, അവൻ ഉടനെ തന്നെ മരിക്കും. അപ്പൊ അങ്ങനെ ഒരു പെന്റാലിറ്റിയിലോട്ട്, ഒരു വയലൻസ് ബിഹേവിയറിലോട്ടാണ് കുട്ടികൾ വന്ന് എത്തിച്ചേരുന്നത്. അപ്പൊ മാർക്ക് ഓഫ് ഫീലിംഗ് തന്നെ കുട്ടികളെ കാണില്ല, അല്ലെങ്കിൽ അത് സ്റ്റോപ്പ് ചെയ്തിരിക്കുകയാണ്. അത് ഏറ്റവും പ്രായം കുറഞ്ഞ കുട്ടി എന്ന് പറഞ്ഞാൽ ഉണ്ണിമുഖൻ പോസ്റ്റ് ചെയ്തിരിക്കുന്നത് 1st സ്റ്റാൻഡേർഡിൽ പഠിക്കുന്ന കുട്ടിയാണ്. കാരണം ഇവിടെ നമ്മള് അമിഗ്ഡാല എന്നൊക്കെ പറയുന്ന ഒരു ഹൈജാക്ക് ചെയ്യുവാണ്. നമ്മള് ഒരു വയലൻസ് ആയിട്ടുള്ള ഒരു ഫിലിം കാണുമ്പോൾ അത് നമ്മുടെ ബിഹേവിയറിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട്. ഒരു ഹാപ്പിനെസ് ആയിട്ടൊരു കോമഡി ആയിട്ടുള്ളൊരു ഫിലിമോ എന്തെങ്കിലും ഒരു സംഭവം കാണുമ്പോഴത്തേക്കും അത് നമ്മുടെ ബിഹേവിയറിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട്. അത് ഒരു സിറ്റുവേഷൻ നമ്മൾ എന്ത് ചെയ്യും? അത് എക്സ്പ്രസ് ചെയ്യും. ഇപ്പൊ നമ്മളൊരു കോമഡി ഫിലിം കാണുമ്പോഴത്തേക്കും നമ്മളത് ചിലപ്പം ഭയങ്കരമായിട്ട് ചിരിക്കും, അല്ലെങ്കിൽ കുറച്ച് പേരോട് ഷെയർ ചെയ്യും. തീർച്ചയായിട്ടും ഒരാളോട് ഷെയർ ചെയ്യും, അല്ലെങ്കിൽ എപ്പോഴും ഒരു ഡയലോഗ് നമ്മൾ പറയാൻ നോക്കും. അതുപോലെ തന്നെ വയലൻസിന്റെ ഏതൊരു സംഭവം ഉണ്ടെങ്കിലും അത് നമ്മളെ ഇൻഫ്ലുവൻസ് ചെയ്യുമ്പോൾ ചിലപ്പം സിബ്ലിങ്സ് തമ്മിലുള്ള ഒരു അടിയിലാണെങ്കിൽ ആ ഒരു ആക്ഷൻ കാണിക്കും, അല്ലെങ്കിൽ സ്കൂളിലെ കുട്ടികൾ തമ്മിലുള്ള ഒരു പ്രശ്നത്തിലാണെങ്കിൽ ആ ഒരു ആക്ഷൻ എക്സ്പ്രസ് ചെയ്യാൻ നോക്കും. അതാണ് ഇൻഫ്ലുവൻസ് എന്ന് പറയുന്നത്. അപ്പൊ അത്തരത്തിലുള്ള ഇൻഫ്ലുവൻസ് മാറ്റിയിട്ട് ഇവരുടെ ബിഹേവിയർ കുറച്ചുകൂടി എംപത്തറ്റിക് ആവാൻ വേണ്ടി കുട്ടികൾക്ക് ഇപ്പൊ വെക്കേഷൻ ആകുമ്പോൾ ഒരു കുട്ടികളുടെയൊക്കെ ഒരു കൂട്ടായ്മയുണ്ട്, അതിലോട്ട് നമ്മൾ കൂടുതൽ കുട്ടികളെ ഇൻവോൾവ് ചെയ്യിപ്പിക്കാം. അതുപോലെ തന്നെ വായന വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ആഴ്ചയിൽ ഒരു പുസ്തകം, വളരെ വലിയ പുസ്തകമല്ല, ഒരു പുസ്തകം നമ്മൾ വായിച്ച് തീർത്തിരിക്കണം, അല്ലെങ്കിൽ വായിക്കാൻ തുടങ്ങിയിരിക്കണം. അത് ഒരു കണക്ക് വെച്ചിട്ട് ആ ടെക്സ്റ്റ് അല്ലെങ്കിൽ ആ ബുക്ക് തീർക്കാൻ നോക്കണം. വായനയില്ലാത്ത തലച്ചോറ് എന്ന് പറയുന്നത് ശരിക്കും ഒരു ഭ്രാന്തമായിട്ടുള്ളൊരു തലച്ചോറ് എന്നാണ് പറയുന്നത്. അതുകൊണ്ട് വായനാശീലം കുട്ടികളെ വളർത്തുക, അല്ലെങ്കിൽ ഒരു കുട്ടികളുടെ കൂട്ടായ്മയിൽ പങ്കെടുപ്പിക്കുക, എൻഗേജ്ഡ് ആക്കുക. മറ്റുള്ള ഇടയ്ക്ക് നമ്മൾ കുട്ടികളെ കൊണ്ട് ഒരു അനാഥ മന്ദിരമോ അല്ലെങ്കിൽ ഒരു ഡിസേബിൾഡ് ആയിട്ടുള്ള ആളുകളുടെയൊക്കെ അടുത്ത് ചെല്ലുമ്പോഴത്തേക്കും അവർക്കൊരു എംപത്തറ്റിക് ഫീലിങ്സ് ഉണ്ടാവും. ആ എംപത്തറ്റിക് ഫീലിങ്സ് ഉണ്ടാകുമ്പോഴത്തേക്കും നമ്മൾ പറയും പേനാക്കത്തി കൊണ്ട് വിദ്യാരംഭം, അല്ലെങ്കിൽ കട്ടച്ചോര കൊണ്ട് ജ്യൂസ് എന്നൊക്കെ പറയുന്ന ഒരു പാട്ടുണ്ട്. അപ്പൊ 4ാം ക്ലാസ് മുതലുള്ള കുട്ടികളൊക്കെ ആ പാട്ട് പാടിക്കൊണ്ട് നടക്കുവാണ്. അതിന്റെ ഡീറ്റെയിൽസ് ചോദിക്കുമ്പോൾ പറയുന്നതാണ്, നമ്മളെ തല്ലാൻ വന്നാൽ നമ്മളെ തിരിച്ചു തല്ലണം, എന്നിട്ട് അവന്റെ ചോര എടുത്ത് കുടിക്കണം എന്നാണ് പറയുന്നത്. എന്തർത്ഥമാണ് മനസ്സിലാക്കിയിട്ട് കുട്ടികൾ പറയുന്നത് നമുക്കറിയത്തില്ല. അപ്പൊ ആ ലെവലിലോട്ട് കുട്ടികളുടെ വയലൻസ് ബിഹേവിയർ കൂടിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഇവിടെയാണ് ഒരു എംപത്തറ്റിക് ബിഹേവിയർ വാക്സിൻ, ഒരു എംപത്തറ്റിക് ഫീലിങ്സ് ഉണ്ടാവാൻ വേണ്ടി കുട്ടികളെ കൂടുതൽ മറ്റു കാര്യങ്ങൾ എൻഗേജ് ആക്കുക, കുറച്ചും കൂടിയും പ്രകൃതിയുമായിട്ട് ഇണങ്ങി, അല്ലെങ്കിൽ കുറച്ചും കൂടിയും ആളുകളായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത്, അല്ലെങ്കിൽ അവർക്ക് കുറച്ചും കൂടി അറിവ് വെക്കുന്ന സോഷ്യൽ മീഡിയ അല്ല, ഫോൺ അല്ല, അങ്ങനെ കുറേ കാര്യങ്ങൾ, സ്ക്രീനിങ് അല്ല, അല്ലാതെ കുറച്ചും കൂടി പുസ്തകത്തിൽ നിന്ന് അറിവ് കിട്ടാൻ വേണ്ടിയുള്ള ആ ഒരു വായനാശീലോ, അല്ലെങ്കിൽ മറ്റു നല്ല എനർജറ്റിക് ആയിട്ട് നമ്മുടെ ബുദ്ധി വികസിക്കുന്ന അങ്ങനെയുള്ള കുറച്ച് ആക്ടിവിറ്റികൾ എൻഗേജ്ഡ് ആക്കാൻ പേരൻസും ശ്രദ്ധിക്കുക, കുട്ടികൾക്ക് അതിനുള്ള ഇൻട്രസ്റ്റ് നോക്കുകയും വേണം. അപ്പൊ കുറച്ചും കൂടി കുട്ടികളെ ഒരു ഇംപ്രൂവ്മെന്റ് ബിഹേവിയർ കുറച്ചും കൂടി കൂടുതൽ നല്ല സ്വഭാവ രൂപീകരണം ഉണ്ടാവുന്നതാണ്. പിന്നെ കുട്ടികളുടെ കൂടെ സമയം ചെലവഴിക്കുക. മുമ്പ് പറഞ്ഞ പോലെ എനിക്ക് സമയമില്ല, അവരെ കേൾക്കാൻ സമയമില്ല എന്ന കാര്യങ്ങളൊക്കെ ഒഴിവാക്കിയിട്ട് അവരെ കൂടുതൽ കേൾക്കാൻ വേണ്ടി, അല്ലെങ്കിൽ ടൈം സ്പെൻഡ് ചെയ്യുക, അല്ലെങ്കിൽ ട്രാവൽ ചെയ്യുക, ഒരു പ്രൈം ടൈം കുടുംബത്തിലുണ്ടാവുക, അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളിൽ സ്പെൻഡ് ചെയ്യുക. പിന്നെ കൃത്യമായിട്ട് ചെയ്യേണ്ട കാര്യങ്ങൾ, നമ്മുടെ കുടുംബം സുരക്ഷിതമാണോ എന്ന് നമ്മൾ ശ്രദ്ധിക്കേണ്ടതാണ്.
നമുക്കറിയാം നമ്മുടെ കേരളം സുരക്ഷിതമല്ല, കോട്ടയം സുരക്ഷിതമല്ല. ഒരുപാട് ലഹരി പദാർത്ഥങ്ങൾ, കുട്ടികളുടെ ഒരു സ്വഭാവത്തിൽ ഒരുപാട് വ്യത്യാസങ്ങൾ വന്നുകൊണ്ടിരിക്കുന്നു. അപ്പൊ കൃത്യമായിട്ടും എൻ്റെ കുടുംബം സുരക്ഷിതമാണോ, എൻ്റെ കുടുംബത്തിലെ കുട്ടികൾ സുരക്ഷിതമാണോ, അവരുടെ കൂട്ടുകെട്ട് ഓക്കെ ആണോ, അല്ലെങ്കിൽ അവര് നല്ല രീതിയിലാണോ പഠിക്കുന്നത്, അവർക്ക് നല്ല രീതിയിലാണോ മുന്നോട്ട് പോകുന്നത് എന്ന് ശ്രദ്ധിക്കുക എന്ന് പറയുകയാണെങ്കിൽ കുട്ടി സ്കൂളിൽ വിട്ട് വരുമ്പോഴത്തേക്കും എൻ്റെ ബാഗ് വന്നാൽ ഞാൻ ചെക്ക് ചെയ്യട്ടെ എന്നല്ല പറയേണ്ടത്. പക്ഷെ അവർക്ക് എന്ത് തുറന്നു പറയാനുള്ളൊരു സിറ്റുവേഷനും അതുപോലെ തന്നെ അവർക്ക് നമ്മളെ വിശ്വാസം ഉണ്ടാവണം, തിരിച്ച് നമുക്ക് അവരെ വിശ്വാസം ഉണ്ടാവണം. എന്നാൽ നമ്മുടെ ഒബ്സർവേഷൻ കുട്ടികളിൽ ഉണ്ടായിരിക്കണം. കൃത്യമായിട്ട് നമ്മൾ അവരെ ശ്രദ്ധിക്കണം. അത് അവർക്ക് തോന്നില്ല, അവരെ സംശയമാണ്, അവരെപ്പോഴും ശ്രദ്ധിക്കുന്നുണ്ട് എന്നൊരു തോന്നലുണ്ടാവരുത്. അല്ലാതെ നമ്മളുടെ ഒരു കണ്ണ് അവരിൽ മേൽ ഉണ്ടായിരിക്കണം, നല്ലൊരു കൂട്ടുകെട്ടിലാണോ എന്നൊരു ശ്രദ്ധ ഉണ്ടാവണം. ഇപ്പൊ പറഞ്ഞപ്പോഴാണ് എനിക്കൊരു കാര്യം ഓർമ്മ വന്നത്. ഒരു കുട്ടിയുടെ അച്ഛനും അമ്മയും വക്കീലാണ്, അഡ്വക്കേറ്റാണ്, രണ്ടുപേരും അഡ്വക്കേറ്റാണ്. ഇപ്പോഴത്തെ ഒരു സിറ്റുവേഷൻ ആയപ്പോഴത്തേക്കും അവർക്ക് ഭയങ്കരമായിട്ട് പേടിയായപ്പോ ഇവൻ +1 പഠിക്കുവാണ്. ഇവൻ സ്കൂളിൽ വിട്ട് വരുമ്പോഴത്തേക്കും ഉടനെ തന്നെ അച്ഛൻ ബാഗ് പരിശോധിക്കും, അമ്മ ഉടനെ ഭയങ്കരമായിട്ട് ദേഷ്യപ്പെടും. അച്ഛൻ പറയും നിന്റെ കൂട്ടുകെട്ട് എവിടെയാണ്, അങ്ങനെയാണ്. കുറെ കുട്ടീനെ ഭയങ്കരമായിട്ട് ടോർച്ചർ ചെയ്യാൻ തുടങ്ങി. അത് കഴിഞ്ഞിട്ട് ഇവരെ എപ്പോഴും സംശയമാണെന്നാണ് പറയുന്നത്. അപ്പൊ കുട്ടിക്ക് അത് ഭയങ്കര ബുദ്ധിമുട്ടായിട്ട് തോന്നി. അപ്പൊ നമ്മൾ എത്ര എഡ്യൂക്കേറ്റഡ് ആണെങ്കിലും പല സമയത്ത് നമ്മുടെ സോഷ്യൽ മീഡിയയിലും നമ്മുടെ ചുറ്റുവട്ടത്ത് നടക്കുന്ന കാര്യങ്ങൾ കാണുമ്പോൾ നമുക്കൊരു ഭയം ഉണ്ടാവും. ആ ഭയപ്പെട്ടത് നമ്മൾ എക്സ്പ്രസ് ചെയ്യുന്ന കുട്ടികളായിരിക്കും, പക്ഷെ അത് അവർക്കൊരു ബുദ്ധിമുട്ടായിട്ട് തോന്നും. അതുകൊണ്ട് കുട്ടികളെ ഒബ്സർവ് ചെയ്യുമ്പോഴും കുട്ടികളെ നമ്മൾ അത് നിരീക്ഷിച്ചെന്ന് മനസ്സിലാക്കുമ്പോഴത്തേക്കും അവർക്കതൊരു പ്രശ്നമായിട്ട് തോന്നാൻ പാടില്ല, അതൊരു ബുദ്ധിമുട്ടായിട്ട് അവർക്ക് തോന്നരുത്. തോന്നാതെ തന്നെ നമ്മളത് ഒബ്സർവ് ചെയ്ത് മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ടി ശ്രദ്ധിക്കുക. കുട്ടികൾ മുമ്പേ പറഞ്ഞിരിക്കുന്ന പോലെ കുട്ടികൾ നല്ല കാര്യങ്ങൾ ചെയ്യുമ്പോൾ അപ്രീസിയേഷൻ കൊടുക്കുക, അവരെ അഭിനന്ദിക്കുക. അപ്പൊ അഭിനന്ദിക്കുമ്പോഴത്തേക്കും അവർക്കൊരു മനസ്സിലൊരു ഹാപ്പിനെസ് ഉണ്ടാകും. ഓക്കെ, അപ്പൊ അത് വീണ്ടും ആ നല്ല പാതയിൽ അവർ സഞ്ചരിക്കാൻ തുടങ്ങും. ഇപ്പൊ എത്ര നല്ല രീതിയിൽ പടം വരയ്ക്കുന്ന കുട്ടിയാണെങ്കിലും അഭിനന്ദനം കൊടുക്കുന്നില്ല, നിനക്കൊരു കഴിവ് ഇല്ല എന്ന് പറയുന്നൊരു പേരൻസിൻ്റെ അടുത്ത് അവൻ വരയ്ക്കാനും പോകത്തില്ല. പക്ഷെ അവനൊരു ദേഷ്യം ഉണ്ടാവും, അവന്റെ കഴിവ് അവൻ സപ്രസ് ചെയ്ത് പോയിക്കൊണ്ടിരിക്കുമ്പോൾ പലപ്പോഴും പല മാറ്റങ്ങളും അവന്റെ സ്വഭാവത്തിൽ വന്നുകൊണ്ടേയിരിക്കും. അതുകൊണ്ട് കുട്ടിയുടെ ഏത് കഴിവാണെങ്കിലും അഭിനന്ദിക്കാൻ വേണ്ടി മടിക്കരുത്. കൃത്യമായിട്ടും പേരൻസ് അത് കൃത്യമായിട്ടും ശ്രദ്ധിക്കുക. ഇനിയുള്ളത് നോ പറയേണ്ടടുത്ത് നോ പറയണം പേരൻസ്. അപ്പം ചില പേരൻസ് പറയുന്നത് ഞാൻ ഒരുപാട് കഷ്ടപ്പെട്ട് വളർന്നതാണ്, അപ്പൊ എൻ്റെ കുട്ടിക്ക് ആ കഷ്ടപ്പാട് വരാൻ പാടില്ല, അപ്പൊ എല്ലാം അവർ ചോദിക്കുമ്പോൾ കൊടുക്കാം. പക്ഷെ അത് തെറ്റായ മെത്തേഡാണ്. കുട്ടിക്ക് പലപ്പോഴും ഇപ്പൊ ഒരു കാര്യം നമുക്ക് കൊടുക്കാൻ ക്യാഷ് ഇല്ല എങ്കിൽ അത് നമ്മൾ കടം വാങ്ങിച്ചു കൊടുക്കേണ്ട കാര്യമില്ല. അത് കുട്ടീനെ പറഞ്ഞ് മനസ്സിലാക്കാനുള്ള ഒരു അല്ലെങ്കിൽ ഒരു സാഹചര്യം നമ്മുടെ കുടുംബത്തിൽ നമ്മുടെ കുട്ടികൾക്ക് മാതാപിതാക്കൾക്ക് ഇടയിൽ ഉണ്ടായിരിക്കേണ്ടതാണ്. അതല്ലാതെ നമ്മുടെ കയ്യിൽ ഇല്ലാത്ത ക്യാഷ് ഉണ്ടാക്കി അവർക്ക് വാങ്ങിച്ചു കൊടുക്കുമ്പോഴത്തേക്കും അത് അവരില് ചിന്തിക്കാം, ഞാൻ എന്താവശ്യപ്പെട്ടാലും എനിക്ക് കിട്ടും. അത് കിട്ടാതെ വരുന്ന സമയത്താണ് ഇവരിൽ ഉണ്ടാവുന്ന ഒരു പേഴ്സണാലിറ്റി ഡിസോർഡർ എന്ന് തന്നെ പറയാം. അത്തരത്തിലൊരു അക്രമവാസന വളരുകയും അത് വാങ്ങാൻ വേണ്ടി ആയിരിക്കും ചിലപ്പോൾ 1 5 കൊലപാതകങ്ങൾ നടത്തേണ്ടി വരേണ്ടത്. അപ്പൊ അത്തരത്തിലൊരു സിറ്റുവേഷനോട്ട് വിടാതെ എൻ്റെ കയ്യിൽ ഇതേ ഇല്ല എന്ന് കുട്ടീനെ പറഞ്ഞ് മനസ്സിലാക്കുന്ന രീതിയിലുള്ള ഒരു സമീപനമായിരിക്കണം കുടുംബത്തിലെ പേരൻസിനും ഉണ്ടായിരിക്കേണ്ടത്. ഇപ്പൊ ഞാൻ മുമ്പേ ചോദിച്ചതുപോലെ നമ്മുടെ കുടുംബം സുരക്ഷിതമാണോ എന്ന് നമ്മൾ കൃത്യമായിട്ടും അറിഞ്ഞിരിക്കണം. കുട്ടികളിൽ ഉണ്ടാവുന്ന ഓരോ ചേഞ്ചസും ഇപ്പൊ അഡോളസൻസ് ഏജൊക്കെ ആകുമ്പോഴത്തേക്കും ഒരുപാട് ചേഞ്ചസ് ഉണ്ടാവും, ഹോർമോൺ ചേഞ്ചസ് ഉണ്ടാവും. എങ്കിൽ പോലും തൻ്റെ കുട്ടിയിൽ ഒരു ലഹരിയുടെ ഉപയോഗത്തിന്റെ മാറ്റം വന്നിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് പേരൻസ് അറിഞ്ഞിരിക്കണം. ലാസ്റ്റ് ആയിരിക്കില്ല പേരൻസ് അറിയേണ്ടത്. കാരണം ഇപ്പൊ നമുക്കറിയാം, ഇപ്പൊ മദ്യപിച്ചിട്ടുണ്ടെങ്കിൽ സ്മെല്ല് വരും, എങ്ങനെയാണെങ്കിലും സ്മെല്ല് വരും. സിഗരറ്റ് വലിച്ചാലും സ്മെല്ല് വരും. പക്ഷേ ഇപ്പോൾ വിപണിയിൽ ഇറങ്ങിയിരിക്കുന്ന പശ, MDMA, ഇപ്പൊ പശ എന്ന് പറയുകയാണെങ്കിൽ ഫെവിക്കോൾ പോലെയുള്ളതാണ്, 50 രൂപയ്ക്കൊക്കെ കിട്ടും പാക്കറ്റായിട്ട്. അതില് കുട്ടികളെ ചെയ്യുന്നത് ഇതിൻ്റെ അകത്ത് ടിന്നറും കൂടെ യൂസ് ചെയ്തിട്ട് ഈ കവറിൽ ഈ സംഭവം സ്മെല്ല് ചെയ്യും. അതൊരു ലഹരിയാണ്. ഇങ്ങനെ സ്മെല്ല് ചെയ്ത് പോകുമ്പോഴത്തേക്കും
പിന്നെ അതൊരു അഡിക്ഷൻ ബിഹേവിയർ ആണ്. ആ അഡിക്ഷൻ പിന്നീട് കൊണ്ടുപോകുന്ന മരണത്തിലാണ്. നമുക്കറിയാം ഇടുക്കിയിലൊക്കെ ഒരു 17 വയസ്സുള്ളൊരു പയ്യൻ ഇതുപോലെ തന്നെ പശമണത്ത് അവസാനം അവന്റെ ആന്തരിക അവയവങ്ങളെല്ലാം തകരാറിലായി കോട്ടയം മെഡിക്കൽ കോളേജിൽ അഡ്മിറ്റ് ആയിരുന്നു. അതിനുശേഷം അവൻ ഡിസ്ചാർജ് ചെയ്തു പോയി ഉടനെ തന്നെ അവൻ പശ വലിച്ചു സൂയിസൈഡ് ചെയ്തു പോവായിരുന്നു. അപ്പൊ അത്തരത്തിലുള്ള ഒരു ലഹര പദാർത്ഥത്തിലോട്ട് കുട്ടികൾ പോയിക്കൊണ്ടേയിരിക്കുകയാണ്. MDMA പറയുന്നത് ഭയങ്കര മാരകമായിട്ടുള്ള ലഹരിയാണ്. അതുകൊണ്ട് എന്താണ് അതിന്റെ വരായിക എന്ന് പറഞ്ഞ് മനസ്സിലാക്കുക. ഇപ്പൊ ഒരു പഞ്ചസാര തരി പോലെ ഇരിക്കുന്നതാണ്, അത് കുട്ടികൾ ഉപയോഗിക്കും. ആദ്യമേയൊക്കെ കുട്ടികൾക്ക് അത് ചോക്ലേറ്റിൽ ആരെങ്കിലുമൊക്കെ കൊടുക്കും, ക്യാഷ് ഇല്ല, അതൊന്ന് ഉപയോഗിച്ച് നോക്കൂ എന്ന് പറഞ്ഞു കൊടുക്കും. അപ്പൊ ജസ്റ്റ് ഒന്ന് ഉപയോഗിച്ച് നോക്കും. 48 മണിക്കൂർ അതിന്റെ ആ ഒരു എനർജി ലെവല് ഇരിക്കും. അതിനുശേഷം അപ്പൊ ഇപ്പൊ അമ്മയോടാണ് സ്നേഹമെങ്കിൽ ഭയങ്കര സ്നേഹമായിരിക്കും അമ്മയോട്. ഫുട്ബോളിനോടാണ് സ്നേഹമെങ്കിൽ അത് കാണണം അല്ലെങ്കിൽ അത് കളിക്കണം, ചുറ്റും ആ ഒരു ഗ്രൗണ്ട് ഒക്കെ ആയിട്ട് തോന്നും. ഭയങ്കര എനർജി ലെവലാണ്, ഉറക്കമൊന്നും ഇല്ല. പക്ഷേ ആ 48 മണിക്കൂറിന് ശേഷം വീണ്ടും ഇത് കിട്ടിയില്ലെങ്കിൽ ഭയങ്കര ഒരു വെപ്രാളമാണ്, ഒരു ബുദ്ധിമുട്ടാണ്. അപ്പൊ ഈ കൊടുത്ത ആളോട് തന്നെ വീണ്ടും ചോദിക്കും. അങ്ങനെ ഇപ്പൊ ലഹരി ഡ്രഗ്സ് യൂസ് ചെയ്യുന്ന ഏറ്റവും പ്രായം കുറഞ്ഞ കുട്ടികൾ എന്ന് പറയുകയാണെങ്കിൽ 5ാം ക്ലാസ് മുതൽ സ്റ്റാർട്ട് ചെയ്യുകയാണ് MDMA യൂസ് ചെയ്യുന്നത്. അപ്പൊ അങ്ങനെ ഒരു കേസ് എന്ന് പറയുകയാണെങ്കിൽ 6ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു പയ്യൻ, അവന് MDMA യൂസ് ചെയ്തതിന് ശേഷം 48 മണിക്കൂർ കഴിഞ്ഞപ്പോഴത്തേക്കും വീണ്ടും അവന് അത് കഴിക്കണം എന്നൊരു ടെൻഡൻസി വന്നു. ആ കൊടുത്ത ആളോട് ചോദിച്ചു, കൊടുത്ത ആള് വീണ്ടും കൊടുത്തു. 3ാമത്തെ പ്രാവശ്യം ചോദിച്ചപ്പോൾ ആ കൊടുത്ത ആ വ്യക്തി ഇവരോട് ആവശ്യപ്പെട്ടത്, നീ ഒരു കാര്യം ചെയ്യ്, ഇനി ഞാൻ ഈ സാധനം നിനക്ക് തരണമെങ്കിൽ നിന്റെ അമ്മ കുളിക്കുന്ന വീഡിയോ എനിക്ക് തരണം, എന്നാലേ ഞാൻ നിനക്ക് MDMA തരുവുള്ളൂ എന്ന് പറഞ്ഞു. അപ്പൊ ഇവനെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ ഇവൻ MDMA വേണോ അമ്മയെ വേണോ? തീർച്ചയായിട്ടും ഇപ്പോഴത്തെ ഒരു സിറ്റുവേഷനില് അവന് MDMA മതി. ആ MDMAക്ക് വേണ്ടി ആ കുട്ടി അമ്മയുടെ ആ ഒരു വീഡിയോസ് എടുക്കുകയും ഷെയർ ചെയ്യുകയും ചെയ്തു. അപ്പൊ അങ്ങനെയുള്ളൊരു സിറ്റുവേഷനിലാണ് നമ്മൾ നിൽക്കുന്നത്. കുട്ടികളുടെ സ്വഭാവം അല്ലെങ്കിൽ സ്വഭാവത്തിൽ ഉണ്ടാകുന്ന മാറ്റങ്ങള് കൃത്യമായിട്ടും ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ ഫാമിലി ആ കുടുംബാന്തരീക്ഷം നല്ലതായിരിക്കണം. മക്കളും അച്ഛനും അമ്മയും അവിടെയുള്ള ഗ്രാൻഡ് പേരൻസും ഒക്കെ വളരെ സ്നേഹത്തോടു കൂടി കഴിയണം. പിന്നെ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടെങ്കിൽ കുട്ടികളുടെ മുന്നിൽ വെച്ചിട്ട് തമ്മിൽ തല്ലരുത്, മോശമായിട്ടുള്ള വാക്കുകൾ യൂസ് ചെയ്യരുത്. അതുപോലെ തന്നെ അവരുടെ ആവശ്യങ്ങൾ ന്യായമാണ് എങ്കിൽ അംഗീകരിക്കുക. അതല്ല അത് പറ്റാത്തതാണെങ്കിൽ അവരോട് കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി അതിൽ നിന്ന് മാറ്റം വരുത്തുക. അനാവശ്യമായിട്ടുള്ള വാഗ്ദാനങ്ങൾ ഉണ്ടെങ്കിൽ അത് ഒഴിവാക്കുക. ഇനിയിപ്പോൾ ഈ പരീക്ഷയ്ക്ക് ഇത്ര മാർക്ക് വാങ്ങിച്ചിട്ടുണ്ടെങ്കിൽ നിനക്ക് മൊബൈൽ ഫോൺ ഞാൻ സമ്മാനമായിട്ട് തരാം, അല്ലെങ്കിൽ നിനക്ക് ബൈക്ക് വാങ്ങിച്ചു തരാം, അല്ലെങ്കിൽ ടാബ് വാങ്ങിച്ചു തരാം, എന്തെങ്കിലും ഒരു കാര്യം പറയും. പക്ഷെ അവരത് മേടിച്ചതിന് ശേഷമാണെങ്കിൽ പറയും, ഇപ്പൊ എൻ്റെ ഈ പൈസ ഇല്ല, എന്നെ കൊണ്ട് പറ്റത്തില്ല. അപ്പൊ സ്വാഭാവികമായിട്ട് ആ ഒരു സിറ്റുവേഷൻ നമ്മളോട് ദേഷ്യമായിരിക്കും ഉണ്ടാകുന്നത്. അപ്പൊ അത് പിന്നീട് നമ്മളോടുള്ളൊരു വിശ്വാസക്കുറവുണ്ടാവും, നമ്മളോടുള്ളൊരു സ്നേഹക്കുറവുണ്ടാകും, അവിടെ ഒരു ട്രസ്റ്റ് ഇഷ്യൂസ് വന്നു കഴിഞ്ഞു. അപ്പൊ കുട്ടിക്ക് പിന്നെ നമ്മളൊരു ട്രസ്റ്റ് ഉണ്ടാവത്തില്ല, പിന്നെ അവൻ്റെതായ അല്ലെങ്കിൽ അവളുടേതായിട്ടുള്ള ഒരു രീതിയിൽ മുന്നോട്ട് മൂവ് ചെയ്യും. അപ്പൊ ഒരിക്കലും നടക്കാൻ പാടില്ലാത്ത വാഗ്ദാനങ്ങള് പേരൻസിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാവാൻ പാടില്ല. അതുപോലെ കുട്ടികൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങൾ എന്ന് പറയുകയാണെങ്കിൽ, ഇപ്പൊ വെക്കേഷനൊക്കെയാണ്, അപ്പൊ കൂടുതലും വായനയിലോട്ടും അതുപോലെ തന്നെ ഇപ്പൊ നമ്മുടെ യൂണിയൻ മാമ്പഴക്കൂട്ടം നടത്തുന്നുണ്ട്, കുട്ടികളുടെ ഒരു കൂട്ടായ്മയാണ്. അതിൽ വ്യക്തിത്വ വികസനമുണ്ട്, പേഴ്സണാലിറ്റി ഡെവലപ്മെന്റ് ഇതുണ്ട്. അപ്പൊ അതൊക്കെ പങ്കുചേരുമ്പോഴത്തേക്കും അത്രയും സമയം നമ്മൾ ഇൻവോൾവ് ആണ്, പല ആളുകളെയും കാണുന്നു, നമ്മുടെ സോഷ്യൽ സ്കിൽസ്, നമ്മുടെ ലൈഫ് സ്കിൽസ്, 10 ലൈഫ് സ്കിൽസോളം ഉണ്ടല്ലോ. അപ്പൊ ആ ലൈഫ് സ്കിൽസിൽ പല കാര്യങ്ങളും നമുക്ക് ഡെവലപ്പ് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ ഒരു ഇന്റർപേഴ്സണൽ റിലേഷൻഷിപ്പ്, ഇന്ററാക്ഷൻസ്, കമ്മ്യൂണിക്കേഷൻസ്, ഇങ്ങനെയുള്ള പല കാര്യങ്ങളും നമുക്ക് ഇംപ്രൂവ് ചെയ്യാൻ പറ്റും. അതുകൊണ്ട് അത്തരത്തിലുള്ളൊരു കാര്യത്തിലോട്ട് കുട്ടികളെയും കൂടി വിടുക. അവർ ശരിക്കും കളിച്ച് വളരട്ടെ, വായിച്ച് വളരട്ടെ. ഇന്നത്തെ സമൂഹത്തിൽ നടക്കുന്ന പല യുവാക്കളില്ല, സത്യത്തില് യുവാക്കളുണ്ട്, പക്ഷെ ലഹരിയുടെ യുവാക്കളായിട്ട് മാറിക്കൊണ്ടിരിക്കുകയാണ് കുട്ടികളും യുവാക്കളും. അതുകൊണ്ട് 10 വർഷം കഴിയുമ്പോഴത്തേക്കും പുഴുത്ത ഭ്രാന്തന്മാരെ പോലെ ആകുമെന്നാണ് പലപ്പോഴും ആളുകൾ പറയുന്നത്. പക്ഷെ അങ്ങനെ ആവാതിരിക്കാൻ വേണ്ടി ഓരോ കുടുംബത്തിലെയും ഓരോ പേരൻസും കുട്ടികളെ ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ തന്റെ പേരന്റിങ് സ്റ്റൈൽ ശരിയാണോ എന്ന് മനസ്സിലാക്കി
നോക്കിയിട്ട് അതിനുവേണ്ടിയുള്ള മാറ്റങ്ങൾ കുറെ ചേഞ്ചസ് ഒരു അച്ഛൻ്റെ ഭാഗത്തു നിന്നാണെങ്കിലും അമ്മയുടെ ഭാഗത്താണെങ്കിലും കൊണ്ടുവരാൻ ശ്രദ്ധിക്കുക. അങ്ങനെ കൊണ്ടുവരിക. മാമ്പഴക്കൂട്ടത്തിലോട്ട് എല്ലാ കുട്ടികളെയും പങ്കെടുപ്പിക്കാൻ ശ്രദ്ധിക്കുക. അപ്പൊ ഇത്രയും ഒരു പേരന്റിങ് സെഷനാണ് ഞാൻ ഉദ്ദേശിച്ചത്. അപ്പൊ ഇങ്ങനൊരു അവസരം തന്ന ഇതൊരു പാഠശാലയ്ക്കും അതുപോലെ തന്നെ എ വി പ്രസാദകുമാര സാറിനും സ്മിത ചേച്ചിക്കും സുധീഷ് സാറിനും എല്ലാവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് എൻ്റെ ഈ ഒരു സെഷൻ ഇവിടെ അവസാനിപ്പിക്കുന്നു. താങ്ക് യു. വളരെ നന്ദി നീതു ടീച്ചർ. ഇന്നത്തെ കാലത്തിന് വളരെ പ്രസക്തമായ ഒരു വിഷയത്തെക്കുറിച്ചാണ് ശ്രീമതി നീതു മോൾ അനീഷ് നമ്മളോട് സംസാരിച്ചു കൊണ്ടിരുന്നത്. എങ്ങനെ വളരാം, എങ്ങനെ വളർത്തണം എന്നൊരു വിഷയം. ഈ വിഷയം എല്ലാവരും, ഈ ക്ലാസ്സിലുണ്ടായിരുന്ന എല്ലാ ആളുകളും കേൾക്കാൻ വളരെ ആഗ്രഹിച്ചിരുന്ന ഒരു വിഷയം തന്നെയാണ് എന്നാണ് ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നത്. ഇത്രയും സമയം നമുക്ക് ഈ ക്ലാസ് എടുത്തു തന്ന ശ്രീ നീതു മോൾ അനീഷിന് കോട്ടയം ശ്രീനാരായണ ധർമ്മ പഠന കേന്ദ്രത്തിന്റെ പേരിലും നീതു ടീച്ചറെ ശ്രമിച്ചുകൊണ്ടിരുന്ന ഓരോരുത്തരുടെ പേരിലുള്ള നന്ദി അറിയിക്കുകയാണ്. സമർപ്പണ പ്രാർത്ഥനയോടുകൂടി ഇന്നത്തെ ക്ലാസ് ഇവിടെ പൂർണ്ണമാവുകയാണ്. സമർപ്പണ പ്രാർത്ഥന ആരംഭിക്കുന്നത് ശ്രീമതി ഗിരിജമ്മ രാജേന്ദ്രൻ. പൂർണ്ണമദ പൂർണ്ണമിദം പൂർണ്ണാത് പൂർണ്ണമുദച്യതേ പൂർണ്ണസ്യ പൂർണ്ണമാദായ പൂർണ്ണമേവാവശിഷ്യതേ. ഓം ശാന്തി ശാന്തി ശാന്തി. ഓം തത്സത്. ശ്രീനാരായണ ഗുരുവർപ്പണമസ്തു. നമസ്തേ. എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി പറയുന്നു. അടുത്ത ദിവസങ്ങളിൽ നമ്മുടെ വിഷുക്കാലമാണ്. ഏവർക്കും ഐശ്വര്യസമ്പൂർണമായ ഒരു വിഷു ആശംസിച്ചുകൊണ്ട് അടുത്ത ക്ലാസ് വീണ്ടും അടുത്ത വ്യാഴാഴ്ച. ഇന്നത്തെ ക്ലാസ് ഇവിടെ പൂർണ്ണമാവുകയാണ്. എല്ലാവർക്കും ഈ ലിങ്കിൽ നിന്ന് പുറത്തേക്ക് പോകാവുന്നതാണ്. നമസ്തേ.